സ്വർഗത്തിലെ ദൈവം കൃപയരുളിയതിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇതിന്റെ ഭാരവാഹികളായിരിക്കുന്ന പ്രിയപ്പെട്ട ദേവകുട്ടി ചായനോടുള്ള നന്ദിയെ ഇത്തരണത്തിൽ ആദ്യമായിട്ട് അറിയിക്കട്ടെ. ദേവകുട്ടി ചായന്, ബാബു ചായന്, രാജൻ ചായന്, പിന്നെ ഞങ്ങളുടെ വലിയ മിഷൻസ് ഇന്ത്യയുടെ പ്രിയപ്പെട്ട വി സാം അങ്കിള്, അങ്ങനെ പലരും ഇതിനകത്ത് സംബന്ധിക്കുന്നുണ്ട് എന്ന് ഞാൻ അറിയുന്നു. അപ്പോൾ തന്നെ കോശി ബ്രദർ ഇതിനകത്ത് സംബന്ധിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ പ്രിയപ്പെട്ടവരുള്ള നന്ദിയും കടപ്പാടും സ്നേഹവും ഈ തരുണത്തിൽ അറിയിക്കുന്നു. ഞാൻ മിഷൻസ് ഇന്ത്യയോടുള്ള ബന്ധത്തിലാണ് പ്രവർത്തിക്കുന്നത്. 1992 ഞാൻ സുവിശേഷ വേലയ്ക്കായിട്ട് കേരളത്തിൽ നിന്നും ഹരിയാനയിലേക്ക് യാത്ര തിരിക്കുവാനായിട്ട് ഇടയായി തന്നത്. അന്നു മുതൽ ഇന്നുവരെയും മിഷൻസ് ഇന്ത്യയോട് ബന്ധപ്പെട്ട് നിന്ന് ഒരു മിഷണറിയായി പ്രവർത്തിപ്പാനായിട്ട് സ്വർഗത്തിലെ ദൈവം ഇടയാക്കുന്നു. 1996 ഛത്തീസ്ഗഡിലെ പ്രവർത്തനത്തിന് സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കുകയും അങ്ങനെ ഛത്തീസ്ഗഡിലേക്ക് ഞങ്ങൾ 2 സഹോദരങ്ങൾ കടന്നു വരികയും ഇടയായത്. അന്നു മുതൽ ഇന്നുവരെയും ഛത്തീസ്ഗഡിൽ പ്രവർത്തിക്കുന്നു. ഛത്തീസ്ഗഡിലെ ഫീൽഡ് 2 തിരിച്ച് തുങ്കാവ് റീജിയൻ, ബസ്ന റീജിയൻ എന്ന് തിരിച്ചപ്പോൾ ആ ബസ്ന റീജിയനിലെ ഒരു ചെറിയ തുടക്കത്തിന് 2002 ഞങ്ങൾ ആരംഭം കുറിച്ചു. അങ്ങനെ പ്രവർത്തനം മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ ദൈവമക്കളുടെ പ്രാർത്ഥന, ദൈവത്തിന്റെ കൃപ ആ വേല വർദ്ധിപ്പാൻ, ആ വേല മുഖാന്തരമായിട്ട് കടന്നു വന്നവരെ ട്രെയിൻ ചെയ്യുവാനായിട്ട്, അങ്ങനെ നമ്മുടെ വേലയിൽ കൂടി കടന്നു വന്ന ദൈവമക്കള് ദൈവവേല ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവര്, അങ്ങനെയുള്ള 9 സഹോദരന്മാരെ ട്രെയിൻ ചെയ്തെടുപ്പാനായിട്ടും അവര് ഇന്ന് എൻ്റെ കൂടെ കുടുംബമായിട്ട് ഞാൻ സുവിശേഷ വേല ചെയ്യുന്നത് പോലെ തന്നെ എന്നോട് ചേർന്ന് നിന്ന് സുവിശേഷ വേലയിലായിരിക്കുന്നു. അങ്ങനെ ഈ ബസ്ന റീജിയനില് 9 സ്ഥലത്തായിട്ട് ഞങ്ങൾ 10 സഹോദരങ്ങൾ കുടുംബമായി കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. അങ്ങനെ എല്ലാ ഞായറാഴ്ചയും 10 സ്ഥലത്ത് ഒരു സമയത്ത് ആരാധന നടക്കുന്നു. അതിലുപരിയായിട്ട് നമ്മളുടെ കൂടെ ഒരു ലോക്കൽ ആയിട്ടുള്ള ഒരു കുടുംബം ഞങ്ങളെ സഹായിപ്പാനായിട്ട് ഉണ്ട്. അതുകൂടാതെ നമുക്ക് ഇവിടെ ഒരു ട്യൂഷൻ സെന്റർ ഉണ്ട്. മിഷൻസ് ഇന്ത്യ നവജീവൻ ട്യൂഷൻ സെന്റർ എന്ന പേരിൽ ട്യൂഷൻ സെന്റർ ഈ സ്ഥലത്ത് നമ്മൾ ക്രമീകരിച്ചിട്ട് ഒരു ഗ്രാമത്തെ കേന്ദ്രീകരിച്ച്, ഗ്രാമത്തിലുള്ള അധികാരികളാണ് നമുക്ക് കുട്ടികളെയൊക്കെ തരുന്നത്. 10-60ഓളം കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുവാനായിട്ട് 2 ടീച്ചേഴ്സിനെ അവിടെ ആക്കിക്കൊണ്ട് ആ പ്രവർത്തനവും കഴിഞ്ഞ 4 വർഷമായിട്ട് സ്വർഗത്തിലെ ദൈവം നടത്തിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഒരു ടൈലറിംഗ് സെന്റർ, സ്ത്രീകൾക്ക് സ്വയപര്യാപ്തത വരുത്തുക എന്ന ഉദ്ദേശത്തോടുകൂടെ ഒരു ടൈലറിംഗ് സെന്ററും നടത്തുവാനായിട്ട് ദൈവം സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഇത്രയൊക്കെയാണ് പ്രവർത്തനങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പ്രാർത്ഥിക്കുവാനായിട്ടും ഇവിടെയുള്ള പ്രവർത്തനങ്ങളുടെ ഒരു രത്ന ചുരുക്കം എന്ന രീതിയിൽ ഞാൻ ഓർപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, ഇന്ന് പ്രസാദ ചാനലിൽ കൂടി നല്ല ഒരു സങ്കീർത്തന ഭാഗം നമുക്ക് കേൾപ്പാനായിട്ട് ഇടയായി തീർന്നു. നമ്മുടെ കർത്താവ് രാജാവെന്നും, അവൻ രാജാവായി, രാജാവ് മാത്രമല്ല അവൻ കിരീടധാരിയാണ്, അവൻ പ്രജകളെ കുറിച്ച് ചിന്തിക്കുന്നവനാണ് എന്നും, നമുക്ക് സുരക്ഷ ചെയ്യുന്നവനും നമുക്ക് ആശ്വാസിപ്പാൻ വകയുള്ളവനാണ് എന്നുള്ളതും കേൾക്കുവാനായിട്ട് ഇടയായി തീർന്നല്ലോ. കഴിഞ്ഞ ദിവസം ദേവകുട്ടിച്ചാൻ എന്നെ വിളിച്ചിട്ട് ഇന്ന് ദൈവവചനം സംസാരിക്കണമെന്ന് പറഞ്ഞപ്പോൾ മുതല് എൻ്റെ മനസ്സിലൂടെ ഓടിയെത്തിയ ഒരു വചനഭാഗം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായം അതിന്റെ 10-ാം വാക്യമാണ്. യെശയ്യാ പ്രവചനം 43-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം. അവിടെ എങ്ങനെയാണ് വായിക്കുന്നത്? നിങ്ങൾ അറിഞ്ഞ് എന്നെ വിശ്വസിക്കുകയും ഞാനാകുന്നു എന്ന് ഗ്രഹിക്കുകയും ചെയ്യേണ്ടതിന് നിങ്ങൾ എൻ്റെ സാക്ഷികളും ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന എൻ്റെ ദാസനും ആകുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട്. യെശയ്യാ പ്രവചനം 1-ാം അധ്യായം ആരംഭിക്കുന്നത് ദൈവജനത്തിന്റെ പരിതാപമായ അവസ്ഥയെ വിളിച്ചു പറഞ്ഞുകൊണ്ട് ഒരു കാളയെയും അതിന്റെ ഉടയവനെ അറിയുന്ന
കാളയും കഴുതയും ഒക്കെയും അതിന്റെ ഉടയവനെയും അതിനെ നയിക്കുന്നവരെയും മേയിക്കുന്നവരെയും അറിയുന്നു, എന്നാൽ എന്റെ ജനം എന്ന് അറിയുന്നില്ല എന്ന് വിലാപത്തോടുകൂടെ ആരംഭിക്കുന്ന ഒരു പുസ്തകമാണല്ലോ യെശയ്യാ പ്രവചനം. യെശയ്യാ പ്രവചനം എക്കാലത്തും വായിപ്പാനായിട്ട് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു പുസ്തകവുമാണ്. എന്നാൽ യെശയ്യാ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്ന ജനതതി, ദൈവത്തിന്റെ ജനം, ഒരു കാലത്ത് ദൈവം തന്റെ ജനമെന്ന് പറഞ്ഞുകൊണ്ട് ആശ്വസിച്ചിരുന്ന ദൈവം എന്റെ ജനമെന്ന് പറയുവാനായിട്ട് വളരെയധികം ശക്തിയോടെ കാത്തിരുന്ന ഇസ്രായേൽ ജനം, ആ ജനം ദൈവത്തെ വിട്ട്, ദൈവത്തെ മറന്ന്, ദൈവത്തോട് മറുതലിച്ച് ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് പോയി. അങ്ങനെ പോയ അവസ്ഥയിലിരിക്കുന്ന, നാശത്തിന്റെ വക്കിലിരിക്കുന്ന ദൈവജനത്തോടത്ത്, ആ ജനതയോട് 49 അധ്യായങ്ങളിലായിട്ട് വളരെയധികം അവർക്ക് ലഭിപ്പാൻ പോകുന്ന, അവരുടെ ജീവിതത്തിൽ സംഭവിപ്പാൻ പോകുന്ന ന്യായവിധികളെ കുറിച്ചൊക്കെയും എഴുതി വന്നിട്ട് 40-ാം അധ്യായം മുതൽ മുന്നോട്ട് വരുമ്പോൾ, പ്രത്യേകിച്ചും 43-ാം അധ്യായത്തിൽ വന്നു കഴിയുമ്പോൾ, അനുതാപത്തോടും മനസ്സലിവോടും ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരുന്ന ദൈവജനത്തിന് വേണ്ടി ഒരു പുതിയ തുടക്കം ദൈവം കൊടുക്കും. അങ്ങനെ ഒരു പുതിയ തുടക്കത്തിനായിട്ട് ദൈവം ഒരുങ്ങുമ്പോൾ അവിടെ ദൈവം തിരഞ്ഞെടുക്കുന്ന ഒരു വ്യക്തിയെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഒരു വ്യക്തിയെ തിരഞ്ഞെടുത്ത് അതിനുവേണ്ടി ആക്കുമ്പോൾ, ആ തിരഞ്ഞെടുത്തിരിക്കുന്ന വ്യക്തിയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വ്യക്തിയാണ്, അവൻ എൻ്റെ ദാസനാണ് എന്ന് യഹോവയുടെ നിങ്ങൾ. അപ്പോൾ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന എന്തിനാണ് തിരഞ്ഞെടുത്തത് എന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. 2 കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. എന്തിന് തിരഞ്ഞെടുത്തു, എന്തിന് ഒരു ഫീനിക്സ് വ്യക്തി പുനർജീവനം പ്രാപിക്കുന്നത് പോലെ ദൈവജനത്തിന് ഒരു പുനർജനനം, ഒരു പുതിയ ഒരു ആരംഭം കുറിക്കുവാനായിട്ട് ഒരാളെ തിരഞ്ഞെടുത്തു എന്ന ഈ വാക്യത്തിൽ പറഞ്ഞു. നിങ്ങൾ അറിഞ്ഞ് എന്നെ വിശ്വസിക്കണം. ഒന്നാമത്തെ കാര്യം, ദൈവത്തെ അറിഞ്ഞ് വിശ്വസിക്കണം. അറിഞ്ഞ് വിശ്വസിക്കുകയും അറിയാതെ വിശ്വസിക്കുന്നതും തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട്. പൗലോസ് അപ്പോസ്തലൻ എഥേനയിൽ കൂടി സഞ്ചരിക്കുമ്പോൾ എഥേന വാസികളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അവിടെ ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്: അനേക മൂർത്തികളുള്ള, അനേക വിഗ്രഹങ്ങളുള്ള നഗരത്തിന്റെ മധ്യത്തിൽ കടന്നു വന്നു കഴിഞ്ഞപ്പോൾ പേരില്ലാത്ത, ആരാണ് ഈ ശക്തിയെന്ന് തിരിച്ചറിയാത്ത, പേരില്ലാത്ത, പേരറിയാൻ വയ്യാത്ത ഒന്ന് എന്ന് എഴുതിയിട്ട് അതിനെ ആരാധിക്കുന്ന ഒരു ജനതതിയോട് പറയുകയാണ്, നിങ്ങൾ ആരെന്നറിയാതെ സേവിക്കുന്നവനെ ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് സേവിക്കുന്നു. ആ അറിഞ്ഞുകൊണ്ട് സേവിക്കുന്ന ആ ദൈവത്തെയാണ് നിങ്ങളോട് പറഞ്ഞു തരുന്നത് എന്ന് പറയാനായിട്ടുണ്ട്. അപ്പോൾ വളരെയധികം വളരെയധികം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അറിഞ്ഞ് വിശ്വസിക്കുക എന്നുള്ളത്. അറിയാതെ വിശ്വസിക്കുന്നതും അറിഞ്ഞ് വിശ്വസിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. 2-ാമത്തെ കാര്യം പറഞ്ഞിരിക്കുന്നത്, ഞാനാകുന്നുവെന്ന് ഗ്രഹിക്കണം. അറിവും ഗ്രാഹ്യവും തമ്മിൽ വ്യത്യാസമുണ്ട്. ഒരിക്കല് ഞാൻ ഇപ്പോൾ താമസിക്കുന്ന ഭവനത്തില് പുതുതായി കടന്നു വന്ന, താമസിച്ച് തുടങ്ങിയ സമയത്ത്, അതും ഇതുപോലെ ഒരു ജൂൺ മാസത്തിലായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഒരു ഫാമിലി ഞങ്ങളുടെ വീട്ടിലേക്ക് വിസിറ്റിനായിട്ട് കടന്നു വന്നു. അപ്പോൾ പെട്ടെന്ന് ഞങ്ങൾ നോക്കിയപ്പോൾ ആ കുടുംബത്തിന്റെ മുന്നിൽ എടുത്തു വെക്കാനായിട്ട് ഒന്നും കണ്ടില്ല. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ മോള് മുറ്റത്തു നിന്ന് പെട്ടെന്ന് കയറി വന്നു. കയ്യിൽ ഒരു മാങ്ങാപ്പഴവുമായിട്ടാണ് വന്നത്. കാരണം മുറ്റത്ത് നിൽക്കുന്ന മാവിൽ നിന്ന് വീണ ഒരു മാങ്ങാപ്പഴം കൊണ്ടാണ് വന്നത്. പെട്ടെന്ന് ഞങ്ങൾ ആ മാങ്ങാ പുള്ളി കടന്നു വന്ന ആ സഹോദരങ്ങളുടെ മുമ്പിൽ അത് വെച്ചു. അവര് വളരെ സ്നേഹത്തോടെ കൊടുത്ത ആ മാങ്ങാപ്പഴം കഴിച്ചതിന് ശേഷം പല പ്രാവശ്യം ഞങ്ങൾ തമ്മിൽ സംസാരിച്ച സമയത്ത് എന്നോട് പറയുവാൻ ഇടയായിത്തീരുന്നു, സഹോദര, ആ മാങ്ങ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് മാങ്ങ എന്ന് പറഞ്ഞാൽ അവർ കഴിച്ചപ്പോൾ അത് പറഞ്ഞ് നല്ല മധുരമുള്ളതായിരുന്നു, രുചിയുള്ളതായിരുന്നു, നന്നായിരുന്നു എന്ന്. അപ്പോൾ ഞാനും എൻ്റെ ഭാര്യയും കുഞ്ഞുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നോക്കി. ഇവരിത് പറയുമ്പോഴൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നോക്കി. കാരണം എന്താണെന്ന് വെച്ചാൽ ആ മാവിൽ നിന്നുള്ള ഒരു മാങ്ങ ഒന്ന് രുചിച്ച് നോക്കിയിട്ടില്ല എന്ന് പറയുക. അതുകൊണ്ട് ആ മാങ്ങ പുളിയാണോ മധുരമാണോ നല്ലതാണോ ഇനി അവര് നല്ലതാണ് എന്ന് പറയാനായിട്ട് പറഞ്ഞതാണോ ഒന്നും അറിയാനായിട്ട് വയ്ക്കത്തില്ല. പക്ഷേയും ഞങ്ങൾ തലയാട്ടേണ്ടതായിട്ട് വന്നു എന്ന് പറഞ്ഞു തന്നെ. ഞാൻ പറഞ്ഞു തന്നെന്ന് ചോദിച്ചാൽ, അറിഞ്ഞുകൊണ്ട് വിശ്വസിക്കുന്നതും അറിയാതെ വിശ്വസിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്.
ഗ്രഹിച്ചുകൊണ്ട് വിശ്വസിക്കുന്നതും ഗ്രഹിക്കാതെ വിശ്വസിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. പിന്നീട് ഞങ്ങൾ പല പ്രാവശ്യം ആ മാവിൽ നിന്നുള്ള മാങ്ങ പറിച്ചെടുക്കുവാനായിട്ടും പഴുത്തിട്ട് അത് കഴിക്കുവാനായിട്ടും ഇടയായി തീർന്നു. കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞത്, അയ്യോ ശരിക്കും ഈ മാങ്ങ നല്ല മധുരമുള്ളതാണല്ലോ എന്ന് നമ്മൾ അനുഭവം. അപ്പോൾ അറിയുക, ഗ്രഹിക്കുക എന്ന് പറയുമ്പോൾ, അറിഞ്ഞു വിശ്വസിക്കുക, ഗ്രഹിക്കുക എന്ന് പറയുമ്പോൾ അതൊരറിവ് മാത്രമല്ല, മറിച്ച് അത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു അനുഭവമായി മാറുകയാണ്. എൻ്റെ മാതാപിതാക്കളുടെ മാതാപിതാക്കള്, അവരുടെ മാതാപിതാക്കള് പല പീഡികള് എന്ന് പറഞ്ഞാൽ അവരുടെ പല തലമുറകള് കർത്താവിനെ അറിഞ്ഞ് ഒരു ക്രിസ്തീയ കുടുംബത്തില് ആണ് ഞാൻ ജനിച്ചത്. എന്നാല് 18 വയസ്സ് വരെയുള്ള സമയത്ത് എല്ലാ ഞായറാഴ്ചയും ആരാധനയ്ക്ക് പോകും, ആരാധനയ്ക്ക് സംബന്ധിക്കും. ആരാധനയ്ക്ക് പോയില്ലെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ചായ പോലും രാവിലെ ലഭിക്കത്തില്ല. ആരാധനയ്ക്ക് ഒരു ദിവസം പോയില്ല എന്ന് പറഞ്ഞാൽ, പള്ളിയിൽ വന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാല് വീട്ടിൽ തിരിച്ചു വന്നു കഴിയുമ്പോൾ ഞങ്ങൾക്ക് ചുട്ട അടി കിട്ടും. അതുകൊണ്ട് പേടിച്ചിട്ട് പള്ളിയിൽ പോകും. എന്തിനാ പള്ളിയിൽ പോകുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, പള്ളിയിൽ പോണമെന്ന് അപ്പനും അമ്മയും പറയുന്നു, അതുകൊണ്ട് പോയേ പറ്റുള്ളൂ. എന്നാൽ 18 വയസ്സ് വരെ ആയതിന് സമയത്ത് വരെയും എന്തിനാണ് പള്ളിയിൽ പോകുന്നത്, ആരെയാണ് ആരാധിക്കുന്നത്, ദൈവം ആരാണ്, അങ്ങനെയുള്ള ഒരു കാര്യങ്ങളെ കുറിച്ച് ഒരു വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടോ അറിവോ ഇല്ലായിരുന്നു. എന്നാൽ 18 വയസ്സുള്ള കാലഘട്ടത്തിലാണ് എൻ്റെ ജീവിതത്തില് എൻ്റെ കർത്താവിനെ അറിയുവാനായിട്ട്, കർത്താവിന്റെ സ്നേഹത്തെ ഗ്രഹിപ്പാനായിട്ട്, രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുവാനായിട്ട് എനിക്ക് ഇടയായി തീർന്നത്. ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരുടെ എല്ലാവരുടെയും അനുഭവം ഇങ്ങനെ തന്നെയായിരിക്കാം. ഹല്ലേലൂയ. നമ്മുടെയൊക്കെയും ജീവിതത്തിൽ ഒരു കാലഘട്ടത്തിൽ, ഒരു ദിവസത്തിൽ, ഒരു സമയത്ത് ദൈവത്തെ അറിയുവാനായിട്ടും ദൈവത്തിന്റെ സ്നേഹത്തെ ഗ്രഹിപ്പാനായിട്ടും ഇടയായി തീർന്നത് കൊണ്ടല്ലേ നാം ഇന്ന് ഈ സൂം പ്ലാറ്റ്ഫോമിൽ ഒന്നിച്ചു കൂടുവാനായിട്ട് തയ്യാറായി തീർന്നിരിക്കുന്നത്. ഹല്ലേലൂയ. അങ്ങനെ കണ്ണ് കാത് എന്നറിയാൻ വയ്യാതെ നാശത്തിന്റെ വക്കിലേക്ക് പോകുന്നൊരു തലമുറയോട് ഈ കർത്താവിനെ വേണ്ടി അറിയിക്കുവാനുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങള് ഈ ഛത്തീസ്ഗഡിന്റെ പ്രദേശത്തായിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഓരോരുത്തരെയും പ്രാർത്ഥനയാണ് ഞങ്ങൾക്ക് എപ്പോഴും കോട്ടയായിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ 46 ഡിഗ്രി സെൽഷ്യസ് ആണ്. രാവിലെ 10 മുതൽ 5 മണി വരെ വെളിയിൽ ഇറങ്ങരുതെന്നാണ് ഗവൺമെന്റിന്റെ ഓർഡറൊക്കെ. പക്ഷെ പലപ്പോഴും നമുക്ക് ഇറങ്ങേണ്ടതായിട്ട് വരും. പലപ്പോഴും നമുക്ക് ലൂ ഒക്കെ അടിക്കും. പലപ്പോഴും നമ്മുടെ ശരീരത്തിലെ വെള്ളമൊക്കെ നഷ്ടപ്പെടും. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഈ സാഹചര്യങ്ങളുടെയൊക്കെയും മധ്യത്തില് ഈ നമ്മെ നിലനിർത്തുന്ന ഒരു ദൈവമുണ്ട്, കരുതുന്ന ഒരു ദൈവമുണ്ട്, പരിപാലിക്കുന്ന ഒരു ദൈവമുണ്ട്. അതിന്റെയൊക്കെയും മധ്യത്തിൽ അങ്ങനെ അങ്ങോട്ട് പോയി കഴിയുമ്പോൾ ഒരു വ്യക്തി യേശുവിനെ സ്വന്തം രക്ഷിതാവുമായി കർത്താവുമായി സ്വീകരിച്ചു എന്ന് കാണുമ്പോൾ കാണുന്ന സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ വയ്യാത്തൊരു സന്തോഷമാണ്. നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികളിലും പ്രയാസങ്ങളെക്കാൾ അപ്പുറമായിട്ട് ദൈവമക്കളെ നാം ഓർക്കേണ്ടത്, ഒരു വ്യക്തി ദൈവഭാഗത്തേക്ക് വരുന്നുവെങ്കിൽ അതാണ് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ മഹത്വകരമായ അനുഭവം എന്ന് നാം ഓർപ്പിക്കട്ടെ. ഞാൻ ഈ പുസ്തകത്തിലിരുന്ന ഒരു പുസ്തകം വായിച്ചപ്പോൾ ഒരു മിഷണറി കുടുംബത്തിന്റെ ജീവചരിത്രത്തെ കുറിച്ച് വായിപ്പാൻ ഇടയായിത്തീർന്നു. 1934 വരെ ചൈനയിൽ മിഷണറിയായി പ്രവർത്തിച്ചിരുന്ന ഒരു അമേരിക്കൻ കപ്പിളാണ്, യങ് കപ്പിള്. അവരുടെ പേര് ജോൺ ആൻഡ് ബെറ്റി സ്റ്റാം എന്നാണ്. അവരെ 1934 ഡിസംബർ മാസത്തില് അവരെ കമ്മ്യൂണിസ്റ്റുകള് അവരെ പിടിക്കുവാനായിട്ടും അവരുടെ വിശ്വാസത്തിന്റെ, അവർ വിശ്വസിക്കുന്ന യേശു ക്രിസ്തുവിൽ വിശ്വാസത്തിന്റെ മുഖാന്തരമായിട്ട് അവരെ കൊല്ലുവാനായിട്ടുള്ള ഒരു തീരുമാനമെടുത്തു. അപ്പോൾ ഇങ്ങനെ കൊല്ലുവാനായിട്ട് തീരുമാനമെടുത്തപ്പോൾ അവർക്ക് 7 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറു പെൺകുട്ടിയുണ്ട്. അപ്പനെയും അമ്മയും ഒക്കെ അപ്പൊ ഈ പെൺകുട്ടി വായിട്ട് തുടങ്ങി. നമുക്കറിയാമല്ലോ, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലുള്ള ഈ ചൈനയിലുള്ള സൈനികർക്ക്, അവർക്ക് ആരോടും പ്രത്യേകിച്ചുള്ള കരുണയൊന്നും ഉള്ളവരല്ല. ഈ കുഞ്ഞിന്റെ കരച്ചിലിനോട് അവർക്ക് യാതൊരു വിധത്തിലുള്ള അലിവുമില്ല. അവസാനം അവരൊരു തീരുമാനത്തിലെത്തി.
ഈ കുഞ്ഞിനെ കൊല്ലണമെന്ന് അവർക്ക് യാതൊരു തീരുമാനവും ഇല്ലായിരുന്നു. അവര് സൈനികര് ഒരു തീരുമാനവും കൂടി എടുത്തു. തുടർച്ചയായിട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന കരച്ചില് അത് അവർക്ക് അസഹ്യമായി തീർന്നിരിക്കുന്നു. ആ കുഞ്ഞിനെ ജീവനോടെ വിടുന്നുകൊണ്ട് അവരുടെ ആ കുഞ്ഞിന്റെ കരച്ചില് കേൾക്കുന്നുകൊണ്ട് തങ്ങൾക്ക് യാതൊരു പ്രയോജനവുമില്ല. ഈ കുഞ്ഞിനെ ജീവനോടെ വെക്കുന്നതുകൊണ്ടും തങ്ങൾക്ക് പ്രത്യേകമായിട്ടുള്ള പ്രയോജനമൊന്നുമില്ല. അതുകൊണ്ട് ആ കുഞ്ഞിനെയും കൊല്ലുവാനായിട്ട് ഒരു തീരുമാനമെടുത്തു. ആ കുഞ്ഞിന് തോക്ക് ഉതിർക്കുവാനായിട്ട് തോക്കെടുത്ത് പിടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അന്ന് അവിടുത്തെ ജയിലിൽ നിന്ന് വിമോചനായി അവിടെ നിന്നും പോകുവാനായിട്ട് ആ സ്ഥലത്തു നിന്ന് ഇറങ്ങുന്ന ഒരു കൈദി, അപ്പോൾ ഒരു പ്രിസണർ, അദ്ദേഹത്തിന് പേര് ആ പുസ്തകത്തിൽ എഴുതിയിട്ടില്ല, പേര് പറയാത്തൊരു വ്യക്തിയാണ്. അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഈ കുഞ്ഞിനെ കൊല്ലുന്നത്? ഒരു ചൈനക്കാരനാണ്. അദ്ദേഹം ചെയ്ത എന്തോ തെറ്റിന് വേണ്ടി, അദ്ദേഹം ക്രിസ്ത്യാനി ഒന്നുമല്ല, എന്തോ ഒരു തെറ്റിന് വേണ്ടിയാണ് അദ്ദേഹം ജയിലിലായിരുന്നത്. അദ്ദേഹത്തോട് സൈനികരോട് ചോദിക്കാം, നിങ്ങൾ എന്തിനാണ് ഈ കുഞ്ഞിനെ കൊല്ലുന്നത്? ഈ കുഞ്ഞ് എന്താണ് തെറ്റ് ചെയ്തത്? അപ്പോൾ ഈ കുഞ്ഞിനെ കൊണ്ട് വാദിക്കുന്നത് കേട്ട് കഴിഞ്ഞപ്പോൾ ആ സൈനികർ ചോദിച്ചു, ഓക്കെ, ഞങ്ങൾ ഈ കുഞ്ഞിനെ കൊല്ലത്തില്ല, എന്താ നീ ഈ കുഞ്ഞിന് പകരമായിട്ട് മരിപ്പാൻ തയ്യാറാണ്? എന്താണെന്ന് അറിയത്തില്ല. പെട്ടെന്ന് ആ സൈനിക ആ പ്രിസണർ ഇങ്ങനെ പറയുവാനായിട്ട് ഇടയായിത്തീർന്നു, ഈ കുഞ്ഞിനെ കൊല്ലരെ, ഞാൻ ഈ കുഞ്ഞിന് പകരമായിട്ട് മരിക്കുവാനായിട്ട് തയ്യാറാണ്. അവർക്ക് യാതൊരു ദൈവവുമില്ല. അവര് ആ കുഞ്ഞിനെ വെടി ഉയർത്തുന്നു, കുഞ്ഞ് മരിച്ചു വീണു. ആ മരിച്ചു വീഴുന്ന സമയത്ത് പല കഷണങ്ങളായി അത് പീസാക്കി അറുത്തു കൊന്നു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ആ കുഞ്ഞിനെ അല്ല, അദ്ദേഹത്തെ കൊന്നു, കുഞ്ഞിനെ രക്ഷപ്പെടുത്തി. അപ്പോൾ ഈ മനുഷ്യൻ ഈ പ്രിസണറിനെ കൊന്ന് ആ കുഞ്ഞിന് പകരമായിട്ട് കൊന്ന് കഷ്ണമായിട്ട് പീസാക്കി ഇടുന്ന സമയത്ത് ഈ കുഞ്ഞ് ഓടി ജോൺ ആൻഡ് ബെറ്റി സ്റ്റാമിന്റെ കരങ്ങളിൽ അമർന്നു. ഈ ജോൺ ആൻഡ് ബെറ്റി സ്റ്റാമിനെയും കൊല്ലുവാൻ പോവുകയാണ്. എന്നാൽ അവസാനമായിട്ട് ജോൺ ആൻഡ് ബെറ്റി സ്റ്റാം അവർ ആ കപ്പിള് ഈ കുഞ്ഞിനെ ഒന്ന് കെട്ടിപ്പിടിച്ച് പുണർന്ന് അവർക്ക് ഒരു ഉമ്മ കൊടുത്തു. അപ്പോൾ ആ കുഞ്ഞിനോട് അവരുടെ അമ്മയും അപ്പയും പറഞ്ഞത് ഇപ്രകാരമാണ്, നിനക്ക് വേണ്ടി ആരെന്നറിയാത്ത, പേരറിയാത്ത നമുക്ക് ഒരു ബന്ധവുമില്ലാത്ത ഈ ഒരു വ്യക്തി നമുക്ക് വേണ്ടി മരിച്ചത് കൊണ്ടാണ് മോളെ നീ ഇന്ന് ജീവനോടെ ഇരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇതല്ലേ സത്യത്തിൽ നമ്മുടെ ജീവിതത്തിൽ ലഭിച്ചത്? നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ, മനുഷ്യവർഗത്തിന്റെ ജീവിതത്തിൽ നാം ഒരു മരിക്കേണ്ടതായ സ്ഥാനത്ത് നമ്മുടെ അരുമനാഥനായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ച് അർപ്പിച്ചത് കൊണ്ടല്ലേ നാം ഇന്ന് ജീവനോടെ ദൈവസന്നിധിയിലായിരിക്കുന്നത്. ദൈവമക്കളെ, ഞാൻ ഇവിടെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങള് പെട്ടെന്ന് ഓർപ്പിച്ച് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ജീവിതത്തില്, ആത്മീയമായ ജീവിതത്തില് നമുക്ക് വിശ്വസിപ്പാനായിട്ട്, നമുക്ക് വിശ്വാസ ജീവിതത്തിൽ മുറുകെ പോവാനായിട്ട്, ബലപ്പെടുവാനായിട്ട് കാര്യങ്ങൾ പെട്ടെന്ന് ആഗ്രഹിക്കുന്നു. ഒന്നായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അത്യന്താപേക്ഷിതമായിരിക്കുന്നത് നാം ദൈവത്തെ അറിയണം എന്നുള്ള കാര്യമാണ്. പ്രൈസ് ദി ലോർഡ്. നാം ദൈവത്തെ അറിയണം. നമ്മുടെ ജീവിതത്തെയും ദൈവത്തെ അറിയാത്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, അറിയാത്ത ജീവിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്ന് നിങ്ങളുടെ ആരാധനയുടെ മധ്യത്തിൽ ഒരു കുടുംബം ആദ്യമായിട്ട് കടന്നു വരുന്നവരാണ്. അവര് ആരോ പറഞ്ഞറിഞ്ഞു ഇന്ന പ്രാർത്ഥനയുണ്ട് എന്നൊക്കെ. അവന്റെ വിവരം അറിഞ്ഞ് ഞങ്ങൾ കടന്നു വന്ന് അവിടെ വന്നു കഴിഞ്ഞപ്പോൾ അവര് കടന്നു വന്ന് ആരാധനയ്ക്ക് കടന്നു വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് ഒന്നും അറിയത്തില്ലാത്തവരാണ്. അവർ പറഞ്ഞു, ഞങ്ങൾ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു, അതുകൊണ്ടാണ് പ്രാർത്ഥനയ്ക്ക് കടന്നു വന്നത്. ആരാധന തുടങ്ങി 2 പ്രാട്ടൊക്കെ കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് സംഭവിച്ചത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാല്, അവരുടെ ജീവിതത്തില് അവര് ആരാധിച്ചു കൊണ്ടിരിക്കുന്ന, അവര് അനുകരിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളിലൊക്കെ, അവരുടെ ജീവിതത്തില്, പ്രായോഗിക ജീവിതത്തില് അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാരണങ്ങളുടെ ഫലമായിട്ട് അവരിൽ ഉണ്ടായിരുന്ന മക്കളൊക്കെ എന്ന് പറയുന്നത് അവരെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, അവരെ ഞെരുക്കിക്കൊണ്ടിരിക്കുന്ന അന്യ ആത്മാക്കളൊക്കെയും അവരെ പ്രകടമാകുവാനിടയായിത്തീരുന്നു. ഒരു പാമ്പ് ഇഴയുന്നത് പോലെ ആ ആരാധനയുടെ മധ്യത്തില് ഇഴയുവാനായിട്ടും അട്ടഹസിപ്പാനും ഒക്കെയും ഇടയായിത്തീർന്നു. അപ്പോൾ ദൈവസ്നേഹത്തെക്കുറിച്ചും, ദൈവം നിന്നെ സ്നേഹിക്കുന്നു,
നീ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിന്റെ ജീവിതത്തിന് ഒരു വിടുതലുണ്ട് എന്ന് പറഞ്ഞ് മനസ്സിലാക്കുവാനായിട്ടും പ്രാർത്ഥിപ്പാനായിട്ടും ഇടയായി തീർന്നു. അങ്ങനെ ആരാധനയൊക്കെയും കഴിഞ്ഞ് പ്രാർത്ഥനയൊക്കെയും കഴിഞ്ഞ് അവസാനം അല്പം ആരാധനയൊക്കെ ലേറ്റ് ആയെങ്കിലും, അരമണിക്കൂറൊക്കെ ആരാധനയൊക്കെ ലേറ്റ് ആയെങ്കിലും തിരിച്ച് ആ കുടുംബം കടന്നുപോയി കഴിഞ്ഞപ്പോൾ വളരെ സന്തോഷത്തോടെയാ പറഞ്ഞത്. കടന്നു വന്നതുപോലെയല്ല, കടന്നു വന്നപ്പോൾ വളരെ നിരാശയോടെയും വേദനയോടെയും വളരെയധികം എന്റെ ഫോൺ നമ്പരൊക്കെ മേടിച്ചിട്ട് അവർ പോയിരിക്കുകയാണ്. പറയുകയാണ്, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ, ഞാൻ ഇനിയും ആരാധനയ്ക്ക് കടന്നു വരും, എനിക്ക് യേശുവിനെ വേണമെന്ന് പറഞ്ഞുകൊണ്ട്. ഇന്നത്തെ പകലില് നൂറുകണക്കിന് ആൾക്കാരോട് സുവിശേഷം സന്തോഷിക്കുന്ന ഒരു വസ്തുത എന്ന് പറഞ്ഞാൽ, ഒരു വ്യക്തിയോട് ഇന്ന് സുവിശേഷം പറയുവാനായിട്ട് ഇടയായി തീർന്നു. ആ വ്യക്തി ഇന്ന് ത്തിന്റെ മുമ്പില് ഞാൻ യേശുവിനെ കർത്താവും രക്ഷിതാവും സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞ് ഒരു പുതിയ തുടക്കം തുടങ്ങുന്നത് കാണുമ്പോൾ, അത് കണ്ടപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം ഉണ്ടാകുവാൻ ഇടയായി തീർന്നു. എന്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നതെന്ന് അറിയാമോ പ്രിയ ദൈവമക്കളെ? നാം ഓരോരുത്തരും പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണ്. ഞങ്ങളെ ഈ വേലയുടെ മധ്യത്തിൽ നിൽക്കുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും ആയിരിക്കുന്ന ഇടങ്ങളിൽ നിന്ന് മുട്ടുമേൽ മടക്കി ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഒന്നും വ്യർത്ഥമായി പോകുന്നില്ല എന്ന് ഓർക്കട്ടെ. പലപ്പോഴും ബേബുട്ടിച്ചാനുമായിട്ട് സംസാരിക്കുമ്പോൾ ബേബുട്ടിച്ചാൻ പറയുന്ന ഒരു കാര്യമുണ്ട്, ബെന്നി ഇന്ന് രാവിലെയും ഇപ്പൊ പേരോർത്ത് പ്രാർത്ഥിച്ചിട്ടുള്ളൂ. അതുപോലെയാണ് മിഷൻസ് ഇന്ത്യയുടെ ഒരു പ്രിയപ്പെട്ടവരും പല അങ്കിളുമാരെയും ഒക്കെ വിളിക്കുമ്പോൾ അവർ പറയുന്നതാണ്, ഒരു തരിയൻ അങ്കിളുണ്ട്, ഡോക്ടർ തരിയൻ, വളരെയധികം ബിസി ഷെഡ്യൂളിൽ ഉള്ള ഒരാളാണ്. അനേക സർജറികൾ ഒരു ദിവസം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ പലപ്പോഴും ഞങ്ങളെ വിളിക്കും, ബെന്നി ഇന്നൊന്ന് വിളിക്കണമെന്ന് തോന്നി. ഇന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ബെന്നിയുടെ പേര് പറഞ്ഞാ പ്രാർത്ഥിച്ച് അത് കഴിഞ്ഞപ്പോ ഒന്ന് വിളിക്കണമെന്ന് തോന്നി. പ്രിയ ദൈവമക്കളെ, ഒരുപക്ഷെ നാം ചിന്തിക്കുന്നുണ്ടായിരിക്കാം, നാം പ്രാർത്ഥിക്കുന്നു എന്ന് വല്ലവരും അറിയുന്നുണ്ടോ? നാം പ്രാർത്ഥിക്കുന്നു എന്ന്, നാം ഇവരെ കുറിച്ച് ചിന്തിക്കുന്നു എന്ന് മറ്റുള്ളവർ അറിയുന്നുണ്ടോ? ഞാൻ പ്രാർത്ഥിക്കുന്നതിന് പ്രയോജനമുണ്ടോ? ഉണ്ട് പ്രിയപ്പെട്ടവരെ. നാം പ്രാർത്ഥിക്കുന്ന, നാം ഓർക്കുന്ന, നാം സമയം ചിലവഴിക്കുന്ന, നാം വിശ്വസിക്കുന്ന സമയങ്ങളൊന്നും വൃഥാവല്ല എന്നാണ് ഈ കാര്യം നമ്മെ ഓർപ്പിക്കുന്നത്. ദൈവത്തെ അറിയണം. ദൈവത്തെ അറിയേണ്ടതുപോലെ പലപ്പോഴും ദൈവത്തെ അറിയാമെന്ന് പറയുന്നവർക്ക് ദൈവത്തെ അറിയത്തില്ല എന്നുള്ളതാണ് സത്യമായിട്ടുള്ള കാരണം. ഞാനത് വളരെ ഇച്ചിരി അല്പം ഡീപ്പായിട്ട് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. യേശുക്രിസ്തുവിനോട് കൂടെ 3.5 വർഷം ജീവിതം സന്തത സഹചാരിയായിട്ട് ജീവിതം നയിച്ചവരാണ് യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാര്. എന്നാൽ ഒരു സായങ്കാലത്ത് യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, ഈ വള്ളത്തിൽ കയറി മറുകരയ്ക്ക് പോകുവാനായിട്ട്. അവരെ മറുകരയിലേക്ക് പറഞ്ഞയച്ചിട്ട് യേശു ഒരു മലയിൽ കയറിപ്പോയി പ്രാർത്ഥിപ്പാനായിട്ട് ഇടയായി തീർന്നു. അർദ്ധരാത്രി ആയപ്പോൾ ഈ വള്ളം തണ്ടു വലിച്ച് ക്ഷീണിച്ച് വിറങ്ങലിച്ചിരിക്കുന്ന ശിഷ്യന്മാരുടെ അടുക്കിലേക്ക് ഈ കാറ്റിന്റെയും കടലിന്റെയും മധ്യത്തിൽ കൂടി വെള്ളത്തിന് മുകളിൽ നടന്നു വരുന്ന അരുമനാഥനായ കർത്താവ്. പക്ഷെ അരുമനാഥനായ കർത്താവ് ആണ് ചില മണിക്കൂറുകൾക്ക് മുമ്പ്, ചില മിനിറ്റുകൾക്ക് മുമ്പ് ഇവരുടെ ഒപ്പം ഉണ്ടായിരുന്ന കർത്താവിനെ അവര് കണ്ടിട്ട് ഒരു ഭൂതമെന്ന് വിചാരിച്ചു. അപ്പോൾ കർത്താവിനോട് കൂടെ നടന്ന് കർത്താവിന്റെ വായിൽ നിന്നുള്ള വരമൊഴികളൊക്കെയും കേട്ട് കർത്താവിന്റെ കരങ്ങളിൽ നിന്ന് ഭക്ഷിച്ച് അത്ഭുത പ്രവർത്തികൾ കണ്ട് ഉപദേശം കേട്ട് കൂടെ ഇരുന്ന് ജീവിച്ച ആ ശിഷ്യന്മാർക്ക് ആ ഒരു സാഹചര്യത്തിൽ യേശുക്രിസ്തുവിനെ ശരിയാവണ്ണം അറിയുവാനോ ഗ്രഹിപ്പാനോ സാധിച്ചില്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. യേശുക്രിസ്തുവിനോട് കൂടെ നടന്ന 12 ശിഷ്യന്മാരിൽ ഒരുവനായിരുന്ന യൂദാ ഇസ്കറിയാത്താവിന് ഒരിക്കലും യേശുവിനെ മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല, ഒരിക്കലും യേശുവിനെ അറിയുവാൻ കഴിഞ്ഞില്ല. യേശുവിനോട് കൂടെ നടന്നാൽ എനിക്ക് പണം ഉണ്ടാക്കുവാനായിട്ടുള്ള ഒരു മാർഗമാണ് എന്നാണ് അവൻ ചിന്തിച്ചത്. ആ ചിന്ത അവന്റെ ജീവിതത്തിന്റെ ആ ഏറ്റവും ബലഹീനമായ വശത്തിലേക്ക് കൊണ്ടുപോയി ജീവിതം നശിക്കുന്നതിന് ഇടയായി തീർന്നു. പ്രിയ ദൈവമക്കളെ, ഇന്ന് നമുക്ക് ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നാം അറിയേണ്ടതുപോലെ നമ്മുടെ ദൈവത്തെ അറിഞ്ഞിട്ടുണ്ടോ? നാം മനസ്സിലാക്കേണ്ടതുപോലെ ഗ്രഹിക്കേണ്ടതുപോലെ നാം ദൈവത്തെ ഗ്രഹിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം നാം ഒന്ന് ഓർക്കേണ്ടത് ആവശ്യമാണ്. ഇങ്ങനെ പറയുമ്പോൾ പലരും എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എങ്ങനെയാണ് നമുക്ക് ദൈവത്തെ അറിയേണ്ടതുപോലെ അറിയാൻ കഴിയുക? എങ്ങനെയാണ് നാം ദൈവത്തെ ഗ്രഹിക്കേണ്ടതുപോലെ ഗ്രഹിക്കാൻ കഴിയുക? ഞാനിങ്ങനെ വളരെയധികം ചിന്തിച്ച് ഒരു ഉത്തരം കൊടുക്കണമല്ലോ ഇവർക്ക്. അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ
എന്റെ മനസ്സിൽ കൂടി കടന്നു വന്ന ഉത്തരമാണ്. മറ്റൊന്നുമല്ല, ദൈവത്തെ അറിയേണ്ടതുപോലെ അറിയുവാനായിട്ടും ദൈവത്തെ ഗ്രഹിക്കേണ്ടതുപോലെ ഗ്രഹിക്കുവാനായിട്ടുമുള്ള ഏക മാർഗം ഇന്ന് നമ്മുടെ കരങ്ങളിൽ ഉള്ളത് ദൈവവചനം എന്നുള്ളതാണ്. ഹല്ലേലൂയ. ദൈവവചനത്തിനകത്ത് എഴുതിയിരിക്കുന്ന, കാണിച്ചു തരിക്കുന്ന സംഭവങ്ങള്, കാര്യങ്ങളാണ് ദൈവത്തെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയുവാനായിട്ട് നമുക്ക് ഇടയാക്കി തീർക്കുന്നത്. പെട്ടെന്ന് ഞാൻ അതിന് ഒരു കേസ് സ്റ്റഡിയിലേക്ക് നമുക്ക് പോകാം. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 15-ാം വാക്യത്തില് യഹോവയായ ദൈവം മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയി ഏദൻ തോട്ടത്തിൽ വേല ചെയ്യുവാനും അതിനെ കാപ്പാനും അവിടെ ആക്കി എന്ന് എഴുതിയിരിക്കുന്നു. ദൈവമാണ് അവനെ സൃഷ്ടിച്ചത്, അവിടെ കൊണ്ടേ ആക്കി. അങ്ങനെ ആക്കി 16-ാം വാക്യത്തിൽ സകല വൃക്ഷങ്ങളുടെയും ഫലക്ക് നിനക്ക് ഇഷ്ടം പോലെ തിന്നാം, നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കുമെന്ന് 17-ാം വാക്യത്തിലും അവനോട് അറിയിച്ചു. എന്നാൽ 18-ാം വാക്യത്തിൽ ദൈവം അവനോട് പറയുന്നത് മനുഷ്യൻ ഏകനായിരിക്കുന്നു നന്നല്ല, മനുഷ്യൻ തക്കതായ തുണ. എന്നാൽ 20-ാം വാക്യം വായിക്കുമ്പോൾ മനുഷ്യന് തക്കതായ തുണയെ കണ്ടുകിട്ടിയില്ല എന്നും, എന്നാൽ ഇങ്ങനെ ഇരിക്കുന്ന മനുഷ്യന് തക്കതായ തുണയെ ഉണ്ടാക്കി കൊടുത്ത ദൈവം ആ സ്ത്രീയെ കൊടുക്കുന്ന സമയത്ത് സ്ത്രീയോട് ആദമനോട് പറയുന്ന, നിന്റെ കൂടെ ഇരിപ്പാനായിട്ടാണ് സ്ത്രീയെ കാണുന്നത്, നിന്റെ ഒരു സഹായകനായിട്ടാണ് കൂടെ ഇരിക്കുന്നത്. എന്നാൽ ആ ദൈവത്തെ അറിയേണ്ടതുപോലെ ഗ്രഹിക്കേണ്ടതുപോലെ ഗ്രഹിപ്പാൻ ആദത്തിനും ഹവ്വയ്ക്കും കഴിഞ്ഞില്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 1-ാം വാക്യത്തിൽ കഴിയുമ്പോൾ സ്ത്രീയോട് സാത്താൻ വന്ന് സംസാരിക്കുമ്പോൾ, വാസ്തവമായിട്ട് ദൈവം നിങ്ങളോട് വല്ലതും പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോഴും, അപ്പോൾ 2-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടല്ലോ, ദൈവം പറയുന്നു നീ ഭക്ഷിക്കുന്ന നാളിൽ നീ മരിക്കും. പക്ഷെ സാത്താൻ പറയുന്നു തിന്നുന്ന നാളിൽ കണ്ണു തുറക്കും, നന്മതിന്മകളെ അറിയുന്നവരായും ദൈവത്തെ പോലെ ആയിരിക്കുന്നവരാവും. 4-ാം വാക്യത്തിൽ പറയും നിങ്ങൾ മരിക്കുകയില്ല നിശ്ചയം. അപ്പോൾ രണ്ട് തരത്തിലുള്ള സംഭാഷണങ്ങളാണ് ഇവിടെ. ഒന്ന് ദൈവം സംസാരിക്കുന്നു, ഒന്ന് സാത്താൻ സംസാരിക്കുന്നു. എന്നാൽ ദൈവം പറഞ്ഞത് കേട്ട് ദൈവത്തെ അനുസരിച്ച് ദൈവത്തെ ഗ്രഹിച്ച് ജീവിക്കേണ്ടതിന് പകരമായിട്ട് സാത്താൻ പറഞ്ഞത് കേട്ട് സാത്താൻ പറഞ്ഞതിനെ ഗ്രഹിച്ച് അതിനനുസരിച്ചുമായി പോയത് കൊണ്ട് മാനവജാതി പാപത്തിൽ വീഴുവാൻ ഇടയായതായിട്ട് നമുക്ക് കാണുവാനായിട്ട് ഇടയായിത്തീരുന്നു. 6-ാം വാക്യം വരുമ്പോൾ സ്ത്രീ ഫലം പറിച്ചു തിന്നു, ഭർത്താവിനും കൊടുത്തു, അവനും തിന്നു. അപ്പോൾ ദൈവത്തെ പറഞ്ഞിട്ടുണ്ട് ഇത് തിന്നരുതെന്ന് പറഞ്ഞിട്ട്, തിന്നാൽ അന്ന് തന്നെ മരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ സ്ത്രീ, തനിക്ക് കൂട്ടായി തന്ന സ്ത്രീ അത് തന്നു കഴിഞ്ഞപ്പോൾ അപ്പോൾ ഒന്നും ചിന്തിക്കാതെ ദൈവം പറഞ്ഞതല്ലേ എന്ന് പോലും ചിന്തിക്കാതെ അത് ഭക്ഷിക്കുന്നതായിട്ടാണ് കാണുവാനായിട്ട് സാധിക്കുന്നത്. സാത്താൻ പറഞ്ഞ ഒരു കാര്യം അവിടെ സംഭവിച്ചു, കണ്ണു തുറന്നു. പക്ഷേ നഷ്ടപ്പെടേണ്ടതെല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞിരുന്നു. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഇത് സംഭവിക്കാനായിട്ട് ഇടയായിത്തീരും. ദൈവത്തെ നാം അറിയേണ്ടതുപോലെ ഗ്രഹിക്കേണ്ടതുപോലെ നാം ഗ്രഹിച്ചില്ല എങ്കിൽ അത് നമ്മുടെ ജീവിതത്തിന് വലിയ ഒരു നഷ്ടമായി തീരുവാനായിട്ട് ഇടയായിത്തീരും. അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് വരുമ്പോൾ, അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായത്തിലാണല്ലോ നാം ശൗലിനെ കാണുന്നത്. ശൗൽ എന്ന ചെറുപ്പക്കാരൻ, പഠിത്തമുള്ളവന്, വിദ്യാഭ്യാസമുള്ളവന്, അവന് സമൂഹത്തിൽ നല്ല സ്ഥാനമുള്ളവന്, താൻ ആയിരിക്കുന്ന സമൂഹത്തിന്റെ എങ്ങനെയെങ്കിലും രക്ഷിക്കുവാനായിട്ട് അതിനെതിരായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സമൂഹത്തെ നശിപ്പിക്കാനായിട്ട് ഇറങ്ങിത്തിരിച്ച്, എന്ന് പറഞ്ഞാൽ അതിനുവേണ്ടി വീറും വാശിയും എന്തു ചെയ്യുവാനും തയ്യാറായിട്ട് പുറപ്പെടുന്ന ഒരു വ്യക്തി. അദ്ദേഹം യേശുക്രിസ്തുവിനെ അറിഞ്ഞില്ല, തിരിച്ചറിഞ്ഞില്ല, ഗ്രഹിച്ചില്ല. അങ്ങനെ പോകുന്ന ശൗല് 9-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ, അവൻ യാത്ര ചെയ്യുന്ന സമയത്ത് ദമസ്കസിലേക്ക് പോകുമ്പോൾ, അധികാരപത്രമൊക്കെയുമായി പോകുമ്പോൾ അവന്റെ മേൽ ആകാശത്തിൽ നിന്നൊരു വെളിച്ചം അവന് ചുറ്റും മിന്നി എന്നാണ് വായിക്കുന്നത്. 4-ാം വാക്യത്തിൽ എഴുതി അവൻ നിലത്തു വീണു. 4-ാം വാക്യത്തിൽ ശൗലേ ശൗലേ നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്നുള്ള ഒരു അശരീരി ഉണ്ടായി. അപ്പോൾ ശൗല് തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അവനും ഒരു കാര്യം മനസ്സിലായി, എന്നേക്കാൾ ശക്തനായ ആരോ എനിക്ക് എതിരായിട്ട് വന്നിരിക്കുന്നു, എന്റെ വഴിയിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ചോദിക്കുന്നു, നീ ആരാകുന്നു കർത്താവേ? അപ്പോൾ ശൗലിന് അറിയത്തില്ല ആരാണ് എന്നെ സന്ധിച്ചിരിക്കുന്നത്, ആരാണ് എന്റെ മുമ്പിൽ പ്രത്യക്ഷമായിരിക്കുന്നത്. ശൗലിന് മനസ്സിലായിട്ടില്ല, അറിഞ്ഞിട്ടില്ല, ഗ്രഹിച്ചിട്ടില്ല. ശൗല് ചോദിക്കുകയാണ്, നീ ആരാകുന്നു കർത്താവേ? ലോഡ് എന്നുള്ള വേർഡാണ്. അപ്പോൾ അത് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ തന്നെക്കാൾ ശക്തനായവൾ, തന്നെക്കാൾ
എന്ന് പറഞ്ഞാൽ അവൻ വീണു, അവൻ യാത്ര ചെയ്യുന്ന വാഹനത്തിൽ നിന്ന് വീണു, അവന്റെ കണ്ണിന്റെ ശക്തി നഷ്ടപ്പെട്ടു, അവന്റെ കാഴ്ച ശക്തി നഷ്ടപ്പെട്ടു. അപ്പോൾ ഇതൊക്കെ സംഭവിക്കണമെങ്കിൽ തന്നെക്കാൾ ശക്തനായവനാണ് വന്നിരിക്കുന്നത് അറിയാം, പക്ഷെ അത് ആരാണെന്ന് അറിയത്തില്ല. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, നീ ആരാകുന്നു കർത്താവേ? അപ്പോൾ യേശു കർത്താവിന് 5-ാം ഭാഗത്ത് ഉത്തരം ഇങ്ങനെയാണ്, നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നു. നമ്മളാണ് ഇങ്ങനെ ചോദിക്കും, ഞാന് യേശു കർത്താവിനെ കണ്ടിട്ടില്ല, യേശു കർത്താവിനെ തൊട്ടിട്ടില്ല, യേശു കർത്താവിനെ ഒന്ന് ഞുള്ളിയിട്ട് പോലുമില്ല. കാരണം ശൗൽ പറയുമ്പോ പറയും, നീ എത്ര വർഷം മുമ്പ് തന്നെ യേശുവെ നീ ക്രൂശിൽ മരിച്ചു പോയിരിക്കുന്നു, നിന്നെ ഒന്ന് തൊടാനോ ഒന്ന് അടിക്കാനോ ഒന്ന് ദ്രോഹിക്കുവാനോ എനിക്ക് അവസരം ലഭിച്ചിട്ടില്ല. ഞാൻ സാധാരണപ്പെട്ട മനുഷ്യര്, എന്റെ യഹൂദ ധർമ്മത്തിനെതിരായിട്ട് ഇതിന് വിരുദ്ധമായി യേശു യേശു എന്ന് പറഞ്ഞ് പോകുന്ന മനുഷ്യരെയല്ലേ ഞാൻ ഉപദ്രവിച്ചത്. ഭർത്താൽ യേശു ക്രിസ്തു പറയുകയാണ്, നീ ഉപദ്രവിക്കുന്ന ഈ മനുഷ്യരെ ഉപദ്രവിക്കുമ്പോൾ, യേശുവിൽ വിശ്വസിക്കുന്ന ഈ മനുഷ്യരെ ഉപദ്രവിക്കുമ്പോൾ, ആ മനുഷ്യരെയല്ല നീ ഉപദ്രവിക്കുന്നത്, പിന്നെ നീ എന്നെയാണ് ഉപദ്രവിക്കുന്നത്. ആ അറിവ്, ആ ഗ്രാഹ്യമാണ് ഒരു ശൗലിനെ ഒരു പൗലോസാക്കി മാറ്റിയത്. ഹല്ലേലൂയ. ഉപദ്രവിക്കുന്നവൻ ഉപദ്രവം സഹിക്കുന്നവനായി മാറ്റി. ഹല്ലേലൂയ. അപ്പോൾ അവന്റെ ചിന്താഗതി മാറി, അവന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം മാറി, അവൻ അടിക്കുന്നവൻ അടികൊള്ളുന്നവനായി മാറി. പ്രിയ ദൈവമക്കളെ, മറ്റുള്ളവരെ ഈ മതത്തിൽ നിന്ന് മാറ്റിക്കൊണ്ടുപോകാൻ, ഈ മതത്തിലേക്ക് മറ്റുള്ളവരെ ചേർക്കുന്നവനായി തീർന്നു. പ്രിയ ദൈവമക്കളെ, ഞാൻ ഓർപ്പിക്കട്ടെ, ഇതല്ലേ നമ്മുടെ ജീവിതത്തിലും സംഭവിച്ചത്. 1988 മുതൽ ക്രിസ്തുവിരോധിയായിട്ട് സ്വന്തം ഭവനത്തില് സഹോദരങ്ങൾ പ്രാർത്ഥന നടക്കുമ്പോൾ, ആ പ്രാർത്ഥന നടക്കുന്ന ഫലമായിട്ട് എന്റെ ഭവനത്തിലേക്ക് തന്നെ കല്ലെടുത്ത് എറിഞ്ഞുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. എന്തൊരു ബുദ്ധിഹീനമായ പ്രവൃത്തിയാണ് ചെയ്തതെന്ന് ഇപ്പോഴോർക്കുമ്പോഴാണ് മനസ്സിലാകുന്നത്. സ്വന്തം ഭവനത്തില് സ്വന്തം കയ്യിൽ നിന്ന് മുടക്കി ഉണ്ടാക്കിയ ജനൽ ചിഹ്നങ്ങള് കൂട്ടുകാരോട് കൂടി കല്ലെടുത്തെറിഞ്ഞ് പൊട്ടിക്ക്. എന്താ കാര്യം? യേശു കർത്താവിനോടുള്ള പ്രാർത്ഥനയോടുള്ള വൈമുഖ്യം. എന്നാൽ ഞാൻ ഒരു ക്രിസ്ത്യാനി കുടുംബത്തിലാണ് ജനിച്ചത്, പക്ഷെ എനിക്ക് യേശു ക്രിസ്തുവുമായിട്ടുള്ള പറ്റുമാനമില്ലായിരുന്നു. എന്നാൽ ഈ കർത്താവ് എന്നെ തൊട്ടു. ഹല്ലേലൂയ. 1988 ഈ കർത്താവ് എന്നെ തൊട്ടു. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഈ കർത്താവിനെ തൊട്ട് ഈ കർത്താവിനെ അറിയുവാനായിട്ട്, ഗ്രഹിപ്പാനായിട്ട് എന്റെ ജീവിതത്തിൽ ഇടയായതുകൊണ്ടാണ് ഇന്ന് ഈ സൂം പ്ലാറ്റ്ഫോമിൽ കൂടെ ഈ ഛത്തീസ്ഗഡിൽ നിന്ന് നിങ്ങളോട് ഈ ദൈവവചനം സംസാരിപ്പാൻ ഇടയായി തീർന്നത്. ഹല്ലേലൂയ. നമ്മുടെ കുടുംബത്തില്, നമ്മുടെ വ്യക്തി ജീവിതങ്ങളിൽ, നാം അറിയുന്ന മേഖലകളില് ആരെങ്കിലും ഇന്നും ദൈവത്തെ അറിയാതെ, ദൈവത്തെ ഗ്രഹിക്കാതെ, തെറ്റായ പാതയിൽ, തെറ്റായ പ്രവൃത്തിയിൽ, തെറ്റായ വഴിയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം, അവർക്ക് വേണ്ടി ഒന്ന് നെടുവീർപ്പിടാം, അവർക്ക് വേണ്ടി അവരോട് ഈ സുവിശേഷം ഒന്ന് അറിയിക്കാം, ഈ അരുമനാഥനെ ഒന്ന് അറിയിക്കാം. അവിടെ വളരെ രസകരമായ ഒരു വസ്തുതയുണ്ട്. കണ്ണ് കാണാതിരിക്കുന്ന ഈ ശൗലിന്റെ അടുത്തേക്ക് പോകാനായിട്ട് ഒരു അനന്യാസിനോട് പറയുന്നു. അപ്പൊ അനന്യാസിന് ഈ ശൗലിനെ മനസ്സിലാക്കാൻ പറ്റിയില്ല, ദൈവത്തെ മനസ്സിലാക്കാൻ പറ്റിയില്ല. അനന്യാസ് പറയുക, ഞാൻ വേറെ എവിടെയെങ്കിലും പോയി പ്രാർത്ഥിക്കാം. എന്തിനാ ദൈവമേ എന്നെ ഈ ശൗലിന്റെ അടുത്തേക്ക് വിടുന്നത്? അവൻ അനേകരെ കൊന്നു എന്ന് ഞാൻ കേട്ടു, ഞങ്ങളെ കൊല്ലാൻ വേണ്ടി ഇങ്ങോട്ട് വരുന്നതെന്നും കേട്ടു. ഇനി ഞാൻ അവന്റെ അടുത്ത് പോയി എന്റെ പ്രാണൻ. കർത്താവ് പറയുന്നു, നീ പേടിക്കേണ്ട, അവൻ പ്രാർത്ഥിക്കുകയാണ്. നീ അവിടെ ചെന്ന നീ അവന്റെ കലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നു എന്ന് അവൻ കണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. കർത്താവ് അവനോട് പറഞ്ഞു മനസ്സിലാക്കിയാണ്, അവൻ പല വിശുദ്ധന്മാർക്കും രാജാക്കന്മാർക്കും അന്യജാതികൾക്കും ഉദ്ധാരണത്തിന് കാരണമായി തീരും. അതിന് നിന്റെ കരവെപ്പ് ആവശ്യമാണ്. പ്രിയ ദൈവമക്കളെ, ഒരുപക്ഷെ ജീവിതത്തിന്റെ സായാഹ്നത്തിലായിരിക്കാം താങ്കൾ, ഒരുപക്ഷെ ജോലി മേഖലകളില് വലിയ പ്രയാസത്തിന്റെ മധ്യത്തിലായിരിക്കാം, വളരെ വീർപ്പുമുട്ടലോടെ ആയിരിക്കാം പ്രാർത്ഥനയ്ക്കായിട്ട് ചില മണിക്കൂറുകൾ, ചില മിനിറ്റുകൾ വേർതിരിക്കുന്നത്. എന്നാൽ താങ്കൾ വേർതിരിക്കുന്ന ഓരോ മിനിറ്റും, ഓരോ പ്രാർത്ഥനയും, താങ്കൾ മുട്ടുമടക്കി ദൈവസന്നിധിയിൽ വേർതിരിക്കുന്ന ഓരോ നിമിഷവും അത് വൃഥാവായി പോകത്തില്ല എന്നാണ് ഈ സംഭവങ്ങളൊക്കെയും നമ്മെ ഓർപ്പിക്കുന്നത്. ഹല്ലേലൂയ. ഒരുപക്ഷെ രാത്രിയുടെ യാമങ്ങളിൽ ഉറക്കം വരാതെ, എന്തോ കാരണമെന്നറിയത്തില്ല, ഉറക്കം വരാതെ എഴുന്നേറ്റിരിക്കുമ്പോൾ ഒരുപക്ഷെ ചിന്തിച്ചു, ഒന്ന് പ്രാർത്ഥിച്ചു കളഞ്ഞേക്കാം. അങ്ങനെ പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയുടെ ഫലമായിരിക്കാം എന്നെ പോലെയുള്ള ചെറുപ്പക്കാര് യേശുവിനെ അറിയാൻ ഇടയായി തീർന്നത്. ഹല്ലേലൂയ. ഞാൻ ഒരൊറ്റ പോയിന്റ് പറഞ്ഞുള്ളൂ. ഹല്ലേലൂയ.
പറഞ്ഞത് ദൈവത്തെ അറിയണം. ഹല്ലേലൂയ. നാം ദൈവത്തെ അറിഞ്ഞല്ലോ, നാം അറിഞ്ഞ ഈ ദൈവത്തെ മറ്റുള്ളവരും അറിയണമെന്നുള്ളതാണ് എന്റെയും നമ്മുടെ ഏവരുടെയും മിഷൻസിന്റെ ആയിട്ട് പ്രിയപ്പെട്ടവരായിട്ട് ഫ്രൈഡേ ഫാസ്റ്റിംഗ് പ്രയർ ആയിട്ട് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം അതാണല്ലോ. ഞാൻ പെട്ടെന്ന് മുന്നോട്ട് പോകട്ടെ. രണ്ടാമത്തെ കാര്യം, ദൈവത്തെ അറിഞ്ഞാൽ മാത്രം പോരാ, ദൈവഹിതം അറിയണം. ദൈവത്തിന്റെ ഇഷ്ടം എന്താണെന്ന് അറിയണം. എഫേസ്യ ലേഖനം 5-ാം അധ്യായം അതിന്റെ 17-ാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ ദൈവഹിതം മനസ്സിലാക്കിയ അപ്പോസ്തലൻ ഇങ്ങനെ പറയുന്നു: ബുദ്ധിഹീനരാകാതെ കർത്താവിന്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചുകൊള്ളി. ആദ്യം കർത്താവിനെ ഗ്രഹിക്കണം, രണ്ടാമത് കർത്താവിന്റെ ഇഷ്ടം എന്തെന്ന് ഗ്രഹിക്കണം. നമ്മുടെ ജീവിതത്തിൽ കർത്താവിന്റെ ഇഷ്ടം എന്തെന്ന് ഗ്രഹിക്കണം. നമ്മുടേതായിട്ടുള്ള പല ഇഷ്ടങ്ങൾ ഉണ്ടായിരിക്കാം. നമ്മുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് മുന്നോട്ട് പോയാൽ അത് നമ്മുടെ ജീവിതത്തിൽ പ്രയോജനം ഉണ്ടാക്കി തീർക്കത്തില്ല. അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായം 6-ാം വാക്യത്തില് ഇംഗ്ലീഷ് ബൈബിളില്, മലയാളത്തിലും ഹിന്ദിയിലും എന്താണെന്ന് അറിയത്തില്ല, ഇംഗ്ലീഷ് ബൈബിളിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്: ലോർഡ് വാട്ട് ഡു വാണ്ട് മീ ടു ഡു. കർത്താവെ, ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് നീ എന്നോട് പറയൂ എന്നാണ് ഇംഗ്ലീഷ് പരിഭാഷയിൽ എഴുതിയിരിക്കുന്നത്. KJV എഴുതിയിരിക്കുന്നത് ലോർഡ് വാട്ട് ഡു വാണ്ട് മീ ടു ഡു. ശൗല് ദൈവത്തോട് കർത്താവിനോട് ചോദിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ കർത്താവെ, നീയാണ്, ഞാൻ നിന്നെയാണ് ഉപദ്രവിക്കുന്നതെങ്കിൽ ലോർഡ് വാട്ട് യു വാണ്ട് മീ ടു ഡു, ഞാൻ നിനക്ക് വേണ്ടി എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുകയാണ്. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയണമെങ്കിൽ അതിനുള്ള വഴി ഈ പൗലോസ് അപ്പോസ്തലൻ റോമാലേഖനം 12-ാം അധ്യായം 1-2 വാക്യത്തിൽ നമ്മോട് ഓർപ്പിക്കും. ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. ഹല്ലേലൂയ. ദൈവത്തെ അറിയാതെ, ദൈവഹിതം അറിയാതെ നമുക്ക് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവാനായിട്ട് സാധ്യമല്ല. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒന്ന്, ദൈവത്തെ അറിയണം; രണ്ട്, ദൈവഹിതം തിരിച്ചറിയണം, ഗ്രഹിക്കണം. മൂന്നാമതായിട്ട് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്, ന്യൂ ദ പർപ്പസ് ഓഫ് ഗോഡ്. ദൈവത്തെ അറിഞ്ഞാൽ മാത്രം പോരാ, ദൈവഹിതം അറിഞ്ഞാൽ മാത്രം പോരാ, നമ്മുടെ ജീവിതത്തിന്റെ ഓരോ മേഖലകളിലും ദൈവത്തിന്റെ ഉദ്ദേശം, പർപ്പസ്, ദൈവത്തിന്റെ ഉദ്ദേശം എന്താണെന്ന് നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിലെ ദൈവത്തിന്റെ ഉദ്ദേശം, ഒരു വിശ്വാസിയെ കുറിച്ച് ദൈവത്തിന്റെ 5 ഉദ്ദേശങ്ങൾ ഉണ്ട് എന്നാണ് വേദപണ്ഡിതന്മാര് പറയുന്നത്. ഒന്ന്, ബൈ സെന്ററിങ് അവർ ലൈഫ്സ് അറൗണ്ട് ഗോഡ്. നമ്മുടെ ജീവിതത്തെ ദൈവത്തിലേക്ക് കേന്ദ്രീകൃതമായി, അതിനാണ് ആരാധന എന്ന് പറയുന്നത്. രണ്ടാമത്, ലേണിംഗ് ടു ലവ് ഗോഡ്സ് ഫാമിലി. ദൈവത്തിന്റെ കുടുംബത്തെ നാം സ്നേഹിക്കാൻ പഠിക്കുക, അതിനാണ് ആരാധന എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട്, കൾട്ടിവേറ്റിംഗ് സ്പിരിച്വൽ മച്യൂരിറ്റി. അതിനാണ് പറയുന്നത് നമ്മളെ ആത്മീകമായ ഉന്നതിയിലേക്ക് നമ്മെ നയിപ്പാനായിട്ട് നാം നമ്മെ തന്നെ അതിനു വേണ്ടി പ്രാപ്തരാക്കി തീർക്കുക. അതിനാണ് ഡിസൈപ്പിൾഷിപ്പ് എന്ന് പറയുന്നത്. നാലാമതായിട്ട്, കോൺട്രിബ്യൂട്ടിങ് സംതിങ് ബാക്ക്. നാം ദൈവത്തിൽ നിന്ന് പ്രാപിച്ചെടുത്തത് പ്രാപിക്കാൻ മാത്രം ഇരിക്കാതെ, ദൈവത്തിൽ നിന്ന് പ്രാപിച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും തിരിച്ചു കൊടുക്കുവാനായിട്ട് ശ്രമിക്കുക. അതിനാണ് മിനിസ്ട്രി എന്ന് പറയുന്നത്. ഒരു ആള് ദാഹിക്കുന്നവനുണ്ടെങ്കിൽ അവന് ദാഹത്തിന് പര്യായമായ പാനീയം കൊടുക്കുക. അതാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുന്നുവെങ്കിൽ അതിന് പോലും പ്രതിഫലം ലഭിക്കാതെ പോകത്തില്ല എന്ന് അരുമനാഥൻ നമ്മെ ഓർപ്പിക്കുന്നത്. അഞ്ചാമതായിട്ട്, ടെല്ലിങ് അതേഴ്സ് അബൌട്ട് ഗോഡ്സ് ലവ്. ഹല്ലേലൂയ. മറ്റുള്ളവരോട് നമുക്ക് ചുറ്റുപാടുമുള്ളവരോട് ഈ സത്യം അറിയാത്ത, ഈ ദൈവത്തെ അറിയാത്ത, ദൈവഹിതം അറിയാത്ത, ദൈവത്തിന്റെ പർപ്പസ് അറിയാത്തവരോട്, ആ പർപ്പസ് അറിയാത്ത ജീവിക്കുന്നവരോട് ഈ ദൈവസ്നേഹത്തെ കുറിച്ച് അറിയിക്കുക. അതിനാണ് പറയുന്നത് ഇവാഞ്ചലിസം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഒരുപക്ഷെ നമ്മളിൽ എല്ലാവരും ഇതിൽ ഏതെങ്കിലും ഒരു മേഖലകളില്, ഏതെങ്കിലും ഒരു പ്രവൃത്തിയിൽ മുഴുകിയിരിക്കുന്നവരാണോ എന്നുള്ള കാര്യത്തിന് സംശയമില്ല. എന്നാൽ ഇത് മാത്രം പോരാ. ദൈവത്തെ അറിഞ്ഞാൽ മാത്രം പോരാ, ദൈവഹിതം അറിഞ്ഞാൽ മാത്രം പോരാ, ദൈവത്തിന്റെ പർപ്പസ് അറിഞ്ഞാൽ മാത്രം പോരാ, മറിച്ച് അവസാനമായിട്ട് ചില മിനിറ്റുകൾ കൂടി ഞാൻ പറഞ്ഞ് എന്റെ വാക്കുകളെ ഉപസംഹരിക്കാൻ ആഗ്രഹിക്കുക. അറിയേണ്ട ഒരു കാര്യം, ഞാൻ ആരാണെന്ന് അറിയണം. ഞാൻ ദൈവത്തെ അറിഞ്ഞാൽ മാത്രം പോരാ, മറിച്ച് ഞാൻ ആരാണെന്ന് അറിയണം. ഞാൻ ആരാണ് എന്ന് അറിഞ്ഞില്ലെങ്കിൽ അതെനിക്ക് വിനയായിത്തീരും. ഹല്ലേലൂയ. ദാവീദ് തന്നെ ശരിയാവണ്ണം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ദാവീദ് ഒരിക്കൽ ഇപ്രകാരം പറഞ്ഞു, കർത്താവേ,
നീ വലിയവനാണ്, ഞാൻ എന്താണ്? ഹിന്ദിയിൽ എഴുതിയ ധൂളി എന്നാണ്. എന്നാൽ പൂഴി മണ്ണിലെ ഒരു അംശം പോലെയാണ് നാനെന്നാണ് ദാവീദ് തന്നെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ അതിന് വസ്തുനിഷ്ഠമായിട്ട് പഠിച്ചപ്പോൾ എന്റെ മനസ്സിലേക്ക് വന്നത് ലൂക്കോസിന് സുവിശേഷം 12-ാം അധ്യായം 15-ാം വാക്യമാണ്. 12-ാം അധ്യായം 15-ാം വാക്യത്തിൽ കൃഷിക്കാരനെ കുറിച്ച് എഴുതിയിരിക്കുക. 15-ാം മുന്നോട്ടുള്ള വാക്യങ്ങളില് ഒരു 15-ാം വാക്യത്തിൽ പറഞ്ഞു, വസ്തുവകയല്ല അവന്റെ ജീവന് ആധാരമായിരിക്കുന്നത്. ഒരു കൃഷിക്കാരൻ, അവൻ കൃഷി ചെയ്തു, അവൻ കൃഷിയിൽ വലിയ വിഭവം ഉണ്ടായി, വലിയ കട്ടണി ഉണ്ടായി. വലിയ ഒരു കട്ടണി ഉണ്ടായി കഴിഞ്ഞപ്പോൾ അവൻ ഇരുന്ന് ചിന്തിക്കുകയാണ്, എനിക്ക് എന്റെ ധാന്യങ്ങൾ വെച്ചു വെക്കുവാനായിട്ട് പര്യാപ്തമായിട്ടുള്ള മുറികളൊന്നുമില്ല. അതുകൊണ്ട് ഈ അട്ടാരി എല്ലാം പൊളിച്ചു കളഞ്ഞിട്ട് ഞാൻ വലിയത് പണിയും, അതിനകത്ത് ഇതെല്ലാം വെക്കും. അതിനുശേഷം ഞാൻ എന്നോട് പറയും, ദീർഘകാലത്തേക്ക് നിനക്ക് ഭക്ഷിപ്പാനായിട്ടുണ്ടല്ലോ, നീ ഭക്ഷിക്കുക, കുടിക്കുക, ആനന്ദിക്കുക. അപ്പോൾ ഇതിനെ കുറിച്ച്, ഒരു കൃഷിക്കാരനെ കുറിച്ച് സദൃശവാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, കൃഷിക്കാരൻ കൃഷിഫലം വിൽക്കുന്നില്ലെങ്കിൽ മനുഷ്യൻ അവനെ ശപിക്കും, കൃഷിഫലം വിൽക്കുന്നവനെ മനുഷ്യൻ അനുഗ്രഹിക്കും എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, ഈ മനുഷ്യന്റെ ഭൂമി നന്നായി വിളഞ്ഞു. അവന്റെ ജീവിതത്തിൽ അത് കൂട്ടിവെക്കേണ്ടത് എവിടെയാണെന്ന് അവൻ അറിയില്ല. ഞാൻ ഇത് എന്തു ചെയ്യുമെന്ന് അവൻ ചിന്തിക്കുക. അപ്പൊ ചിന്തിക്കുമ്പോൾ അവന്റെ ജീവിതത്തില് അവൻ ചെയ്തത്, അവൻ ഉള്ളത് എല്ലാം തനിക്ക് വേണ്ടി എന്ന് മാത്രം ചിന്തിക്കുന്നു. തനിക്ക് ലഭിച്ചതൊക്കെയും തനിക്ക് വേണ്ടി, ആർക്കും മറ്റുള്ളവർക്ക് വേണ്ടി വീതിച്ചു കൊടുക്കുവാനായിട്ടോ അത് ഷെയർ ചെയ്യുവാനായിട്ടോ ഒരു മനസ്സ് ഇല്ലാത്ത ഒരു 19-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ അതിനകത്ത് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, വലിയവ പണിത്, 18-ാം വാക്യത്തിൽ വലിയത് പണിതിട്ട് കളപ്പുരകളിലേക്കും ഇത് ഞാൻ കൂട്ടിവെക്കുമെന്ന്. എന്നിട്ട് 19 പറയുന്നു, എന്നിട്ട് എന്നോട് തന്നെ നിനക്ക് ഏറിയ ആണ്ടുകൾക്ക് മതിയായത് അനവധി വസ്തുവക സ്വരൂപിച്ചു വച്ചിരിക്കും. ലോകത്തിൽ നിന്ന് മനുഷ്യ ദൈവത്തെ അറിയാതെ, ദൈവത്തിന്റെ ഹിതമൊന്നും അറിയാതെ ജീവിക്കുന്ന, താൻ ആരാണെന്ന്, നാം എന്താണെന്ന് മനസ്സിലാക്കാതെ ജീവിക്കുന്ന മനുഷ്യന് ഇങ്ങനെയാണ് ജീവിക്കുന്നത്. ലോകത്തിലുള്ളതിന് മാത്രമായിട്ട്, ലോകത്തിലുള്ള സമ്പത്തിന് വേണ്ടി മാത്രമായിട്ട് അവർ ജീവിക്കുന്നു. എന്നാൽ അവരുടെ ജീവിതത്തിൽ അവൻ പറയുന്ന 3 കാര്യം: ആശ്വസിക്കുക, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. നമുക്ക് ദാനിയേലിന്റെ പുസ്തകം വായിക്കുമ്പോൾ തിന്നുകുടിച്ച് ആനന്ദിച്ച ഒരു രാജാവിനെ കുറിച്ച് അറിയാം, ബെൽഷസ്സർ രാജാവ്. ദൈവത്തിന്റെ ഭവനത്തിലുള്ള പാത്രങ്ങൾ എടുത്തുകൊണ്ട് പാട്ടുകളൊന്നിച്ച് മദ്യമതിൽ വിളമ്പി അത് കുടിച്ച് ആനന്ദിച്ച് രസിച്ച മനുഷ്യൻ. ആ മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു രാത്രി ഉണ്ടായി. ആ രാത്രിയിൽ ഒരു ദൈവിക ഇടപെടലുണ്ടായി. ആ രാത്രി ആ മനുഷ്യന്റെ ജീവിതത്തെ ആ നാശത്തിലേക്ക്, അന്ന് ആ മനുഷ്യൻ ഇല്ലാതായി തീർന്നു. അതുപോലൊരു അനുഭവമാണ് ഈ കൃഷിക്കാരനോടും ദൈവം പറയുന്നത്. ഇന്ന് രാത്രി അദ്ദേഹത്തെ വിളിക്കുന്ന പേരുണ്ട്, കർത്താവ് വിളിക്കുന്ന ഒരു പേരുണ്ട്, മൂഢ. ഹല്ലേലൂയ. ഇന്ന് ഇതുപോലെ കൃഷി ചെയ്ത് ഇതുപോലെ കൃഷിഫലം ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയെ ബുദ്ധിമാനായ കൃഷിക്കാരൻ എന്ന് ലോകം വിളിക്കുകയുള്ളൂ. പക്ഷെ ഈ കൃഷിക്കാരനെ കർത്താവ് വിളിച്ചത് മൂഢ എന്നാണ്. മൂഢ എന്ന് വിളിച്ചിട്ട് പറയുന്നു, ഇന്ന് നിനക്ക് വേണ്ടി ഒരു സമയമുണ്ട്. നിന്റെ ജീവിതത്തിന് സമയം, നിന്റെ ജീവിതം, നിന്റെ ആയുസ്സിനെ നിശ്ചയിക്കുന്ന ഒരു കർത്താവുണ്ട്. ആയുസ് നിന്റെ കയ്യിലല്ല. നീ എടുക്കുന്ന വായു, ജീവശ്വാസം, അത് അകത്തോട്ടെടുത്തു കഴിഞ്ഞാൽ പുറത്തോട്ടെടുക്കുവാൻ കഴിയുമോ ഇല്ലയോ എന്ന് അറിയത്തില്ല. ഇന്നലെ കഴിഞ്ഞ ദിവസം ഞാനൊരു ഗ്രാമത്തിൽ കടന്നുപോയി, ഒരു പ്രാർത്ഥനയ്ക്ക് കടന്നുപോയി കഴിഞ്ഞപ്പോൾ വിശ്വാസി പറഞ്ഞു, അയ്യോ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് അങ്ങ് പൊക്കോ, കാരണം ഇവിടെ ഒരു മരണം സംഭവിച്ചത്. ഞാൻ പറഞ്ഞു, എങ്ങനെയാ സംഭവിച്ചത്? 46 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഒരു കൃഷിക്കാരൻ, പ്രായമുള്ള ഒരു കൃഷിക്കാരൻ തന്റെ കൃഷിയിടത്ത് തന്റെ കൃഷി എങ്ങനെയുണ്ടെന്ന് നോക്കുവാനായിട്ട് പോയതാണ്. 80 വയസ്സുള്ള ഒരു വൃദ്ധനായ മനുഷ്യനാണ്. വടി കുത്തി പിടിച്ചുകൊണ്ടാണ് പോയത്. 46 ഡിഗ്രി സെൽഷ്യസ് ഉണ്ടായിരുന്നു. അവിടെ കടന്നുപോയി അദ്ദേഹം വിചാരിച്ചത് നല്ല കൃഷിയാണ്, ആരോഗ്യം പറഞ്ഞ് നിന്റെ കൃഷിയിടത്തില് നന്നായി കൃഷി ആയിരിക്കുന്നു. അദ്ദേഹം വിചാരിച്ചു കാണും, ഇതൊന്ന് കാണണം, ഇതൊന്ന് കണ്ടിക്കണം, ഇത് മെയ്യണം, ഇതൊക്കെ ചെയ്തിട്ട് വിൽക്കണം, പണം ഉണ്ടാക്കണം, പല കാര്യങ്ങളും അദ്ദേഹം ചിന്തിച്ചു കാണും. വിശ്വാസിയല്ല കേട്ടോ, അങ്ങനെ ഒരു വ്യക്തിയാണ്. അദ്ദേഹം ആ കൃഷിയിടത്ത് പോയി, പക്ഷെ തിരിച്ചു വരാൻ പറ്റിയില്ല. ഉച്ചയ്ക്ക് കൃഷി വരത്തിയെടുത്ത് പോയതാണ്. 46 ഡിഗ്രി സെൽഷ്യസ് ഉള്ള ആ കൃഷിയെടുത്ത് പോയതാണ്. തിരിച്ചു വന്നില്ല. രാത്രിയായി വന്നില്ല, പിറ്റേ ദിവസമായി വന്നില്ല, പിറ്റേ ദിവസം മുഴുവൻ കഴിഞ്ഞു. 3-ാമത്തെ ദിവസം
നാട്ടുകാരെല്ലാവരും അന്വേഷിച്ചു നിന്നപ്പോൾ തന്റെ കൃഷിയിടത്തിൽ മരിച്ച് ഉറുമ്പരിച്ച് ആ വൃദ്ധനായ മനുഷ്യൻ കിടക്കി. ഞാനിത് ഓർപ്പിച്ചത് എന്താണെന്നറിയാമോ? നമ്മുടെ ജീവിതത്തിന്റെ മുന്നോട്ടുള്ള ജീവിതം ഇത്രയേ ഉള്ളൂ എന്ന് ഓർപ്പിക്കുവാനായിട്ടാണ്. 2020 ജനുവരി 1-ാം തീയതി ഞാനൊരു വലിയ പ്രതീക്ഷയുമായിട്ട് ഒരു മീറ്റിങ്ങിനായിട്ട് കടന്നുപോയി. എൻ്റെ ഭാര്യ എൻ്റെ പുറകിൽ ബൈക്കിൽ ഇരിപ്പുണ്ട്. ഞങ്ങൾ യാത്ര ചെയ്തു പോവുകയാണ്. പ്രാർത്ഥിച്ചും ആരാധിച്ചുമാണ് പോകുന്നത്, പാട്ട് പാടിക്കൊണ്ടാണ് പോകുന്നത്. ദൈവം നല്ല വാഗ്ദത്തങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പോവുകയാണ്. പോകുന്ന സമയത്ത് എനിക്ക് കാണുവാൻ കഴിയുന്നു, ഒരു കണ്ടത്തിനകത്തുനിന്ന് വളരെ സ്പീഡില് ഒരു വലിയ കാള ഓടി വരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു അതങ്ങ് പൊക്കോട്ടെ. ഞാൻ വണ്ടിയുടെ സ്പീഡൊക്കെ സ്ലോ ചെയ്ത് വഴിയുടെ സൈഡിൽ ഒതുക്കി. പക്ഷെ ഈ കാള ഓടിപ്പോകുന്ന പകരമായിട്ട് ആ ഹൈവേയിൽ കടന്നു വന്നിട്ട് എന്റെ നേരെ ഓടി വന്നിട്ട് എന്റെ തലക്കിട്ട് ആദ്യം ഇടിച്ചു. അപ്പോൾ ആ കാളയുടെ ഒരു കൊമ്പ് എന്റെ ഹെൽമെറ്റിനകത്ത് ഉടക്കി. രണ്ടാമത് അത് ചെയ്തത്, ആ ഹെൽമെറ്റ് ഊരാനുള്ള വെപ്രാളത്തിൽ എന്നെയും ബൈക്കും ഭാര്യയും ഞങ്ങൾ 3 പേരെയും കൂടി എടുത്ത് നിലത്തടിച്ചു. ആ നിലത്തടിക്കുന്ന ആഘാതത്തില് എന്റെ തലയ്ക്ക് ഹെഡ് ഇഞ്ചുറി ഉണ്ടായി. എന്റെ കൈ ഒടിഞ്ഞു, കാലൊടിഞ്ഞു. എന്റെ ഭാര്യയുടെ തലയുടെ ഈ ഫ്രണ്ട് ഭാഗം മുഴുവൻ പൊട്ടി പുറകോട്ട് മറിഞ്ഞു. ഞങ്ങൾ ആ റോഡില് മരണത്തെ പ്രതീക്ഷിച്ച് കിടക്കുക. വീണ്ടും വീണ്ടും ഇങ്ങനെയുള്ള കാളകൾ ആക്രമിക്കും. എന്നാൽ ഞങ്ങളുടെ കൂടെ മറ്റൊരു സഹോദരൻ ഒരു ബൈക്കിലുണ്ടായിരുന്നു. ആ സഹോദരന്റെ ബൈക്ക് പെട്ടെന്ന് വന്ന് ഈ കാളയുടെ ഫ്രണ്ട് കാലിലിടിച്ചു. ആ ഇടിയുടെ ആഘാതത്തിൽ അവര് വീണു. പക്ഷെ അവർക്കൊന്നും പറ്റിയില്ല. പക്ഷെ ആ കാളയുടെ കാലൊടിഞ്ഞു. അങ്ങനെ ആ കാളയ്ക്ക് വീണ്ടും എഴുന്നേറ്റ് ഞങ്ങളെ ആക്രമിക്കാൻ കഴിയാതെ വന്നു. അങ്ങനെ ഞാൻ ആദ്യം പറഞ്ഞ ഉദാഹരണം പോലെ ജോണും ബെറ്റി സ്റ്റാമിന്റെയും കുട്ടി മരണത്തിന് മുമ്പിൽ നിന്നപ്പോൾ പേരറിയാത്ത ഒരു പ്രിസണർ മരിച്ച് തനിക്ക് വേണ്ടി ആ കുഞ്ഞിനെ രക്ഷപ്പെടുത്തിയതുപോലെ ഒരു അത്ഭുതകരമായിട്ട് സ്വർഗത്തിലെ ദൈവം എനിക്കും എൻ്റെ കുടുംബത്തിനും ജീവൻ തിരിച്ചു തന്നു. ഹോസ്പിറ്റലിലെത്തി 17ാമത്തെ ദിവസവും ഡോക്ടർ വിധി എഴുതി, ഇവൻ മരിക്കുകയേ ഉള്ളൂ, ജീവിച്ചിരിക്കത്തില്ല. ഓപ്പറേഷൻ തിയേറ്ററിലും പറഞ്ഞു ഇവൻ ജീവിച്ചിരിക്കത്തില്ല. നിങ്ങൾക്കറിയാമോ, എന്റെ ശരീരത്തിൽ എൻ്റെ കാലില് അനസ്തേഷ്യ ഇടാതെ എൻ്റെ കാല് അവര് ഡ്രില്ല് ചെയ്ത് നോക്കി. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഞാൻ ചിരിച്ചുകൊണ്ടിരുന്നു. എന്തെന്നറിയാമല്ലോ, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച അനേക ദൈവമക്കൾ എനിക്ക് മുമ്പില് ഈ പ്ലാറ്റ്ഫോമിൽ ഇരിപ്പുണ്ടെന്നറിയാം ആ സമയത്ത്. അങ്ങനെ എന്റെ ഓപ്പറേഷൻ നടന്നു അത്ഭുതകരമായിട്ട്. 22ാമത്തെ ദിവസം ഞാൻ വീട്ടിലെത്തി. 10 ദിവസം കഴിഞ്ഞപ്പോൾ കൊറോണയായി, ലോക്ക്ഡൌൺ ആയി. 6 മാസം ഞാൻ വീൽ ചെയറിലിരുന്നു. 7ാമത്തെ മാസം എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി. ഇന്ന് പഴയതിലും അപ്പുറമായിട്ട് ആ മോട്ടോർ സൈക്കിൾ തന്നെ ഓടിച്ചുകൊണ്ട് കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. എനിക്ക് കർത്താവ് ഒരു ജീവിതം, പുതുജീവിതം തിരിച്ചു തന്നതാണ്. ഹല്ലേലൂയ. കർത്താവ് തന്നത് കർത്താവിന് വേണ്ടി നിലനിൽപ്പാനായി. പ്രിയ ദൈവമക്കളെ, നാം ഒന്ന് ഓർക്കണം, നമ്മിൽ പലരുടെയും ജീവിതത്തില് ഒരു ദിവസം, ഒരാഴ്ച, ഒരു മാസം, ഒരു ആഴ്ചവട്ടക്കാലം, ഒരുപക്ഷെ ഇന്നത്തെ ദിവസം നമുക്ക് തന്നത്, അതിന് ദൈവത്തിന് ചില ഉദ്ദേശം. നമുക്ക് നമ്മുടെ ദൈവത്തെ തിരിച്ചറിയണം. ഈ ദൈവത്തെ നമുക്ക് ഗ്രഹിച്ച് അവനിൽ വിശ്വസിക്കണം. ഈ ദൈവത്തിൽ വിശ്വസിച്ച്, അവനെ ഗ്രഹിച്ച് അവനിൽ വിശ്വസിച്ച് അവന്റെ സാക്ഷിയായി തീരണം. അതിനുവേണ്ടിയാണ് കർത്താവ് നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. നാം അവന്റെ ദാസനാണ്. നാം വലിയവനാകുവാനായിട്ടല്ല കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത്. നാം മരുമനാഥന്റെ ദാസനാണ്. നമ്മൾ ദാസന്മാരാണ്. ഇങ്ങനെയാണ് യഹോവയുടെ അരുളപ്പാട്. അങ്ങനെ ഒരു ദാസനെ ദൈവം പുറത്തെടുത്തതുകൊണ്ട് ഇസ്രായേൽ ജനത്തെ വീണ്ടും ഫീനിക്സ് പക്ഷിയെ പോലെ തിരഞ്ഞെടുത്ത് മുന്നിൽ കൊണ്ടുവരുവാനായിട്ട് ദൈവം ഇടയാക്കിയെങ്കിൽ, പ്രിയ ദൈവമക്കളെ, ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ ഉപസംഹരിക്കട്ടെ. ഇന്ന് പകൽക്കാലം എന്നിൽ നിന്ന് കേട്ട വചനത്തിന് മുമ്പിൽ നമ്മുടെ ജീവിതത്തെ ഒന്ന് സമർപ്പിക്കാം. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ കർത്താവിനെ അറിയേണ്ടതുപോലെ അറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ, ഗ്രഹിക്കേണ്ടതുപോലെ ഗ്രഹിപ്പാൻ കഴിഞ്ഞില്ലെങ്കിൽ, ദൈവത്തിന്റെ പദ്ധതികളെയും ദൈവത്തിന്റെ ആ ഇഷ്ടത്തെയും ഒക്കെയും അറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ, നമുക്കൊന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്നെ അറിയേണ്ടതുപോലെ അറിയുവാൻ, നിന്നെ ഗ്രഹിക്കേണ്ടതുപോലെ ഗ്രഹിപ്പാൻ,
2 തീമോഥെയോസിന് ലേഖനം എഴുതുമ്പോൾ 1-ാം അധ്യായം 12-ാം വാക്യത്തിൽ ഈ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്നറിയുന്നു. ഒരു കാലത്ത് ശൗല്, ഞാൻ പറഞ്ഞല്ലോ, ഈ കർത്താവിനെ അറിയത്തില്ലായിരുന്നു. ആ കർത്താവ് തീമോഥെയോസ് എഴുതുകയാണ്, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് അറിയുന്നു, അവൻ എൻ്റെ ഉപനിധി, ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഉറച്ചിരിക്കുന്നു. ഈ ദൈവം നമ്മെയും സൂക്ഷിപ്പാൻ മതിയായ ദൈവമാണ്, നമ്മെയും നടത്തുവാൻ മതിയായ ദൈവമാണ്. ഈ ദൈവത്തിന്റെ കരങ്ങളിൽ സമർപ്പിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇതിന് അവസരം തന്ന വേവക്കുട്ടി ചായന്, MJ തോമസങ്ങളെ, എല്ലാ പ്രിയപ്പെട്ടവരോടും നന്ദി അറിയിക്കുന്നു. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചെങ്കിൽ കൃപയാ ക്ഷമിക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇപ്പോൾ പ്രിയ VV സാം ക്ലോസിംഗ് പ്രയർ ചെയ്യുന്നതായിരിക്കും. പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് ഒരുങ്ങാം. ക്രിസ്തുയേശുവിലൂടെ ഞങ്ങളെ സ്നേഹിക്കുകയും കരുതുകയും ഞങ്ങളെ പരിപാലിക്കുകയും ഞങ്ങളെ ഓരോ ദിനവും നയിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അപ്പച്ച, ഈ വിശുദ്ധ ദിവസത്തിന്റെ ഉച്ചതിരിഞ്ഞ സമയത്ത് കർത്താവെ, വീണ്ടും ഒരിക്കൽ കൂടി ഫ്രൈഡേ ഫ്ലാഷിംഗ് പ്രയറിന്റെ സൂം മീറ്റിംഗിൽ ഞങ്ങൾക്ക് ഇത്രയും പേർക്ക് ഒരുമിച്ച് കൂടുവാനും ഞങ്ങളെ പാടി സ്തുതിപ്പാനും സങ്കീർത്തനങ്ങൾ ധ്യാനിപ്പാനും അത്ഭുതകരമായ തിരുവചനങ്ങളെ നിന്റെ ദാസനിൽ കൂടെ കേൾക്കുവാനും അന്യോന്യം പ്രാർത്ഥിപ്പാനും കരുതുവാനും ഒക്കെ ഞങ്ങൾക്ക് നൽകി തന്ന നല്ല അവസരത്തിനായി ഞങ്ങൾക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, നിന്റെ വിശ്വസ്തതയ്ക്കായി ഞങ്ങൾക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എന്റെ മകനിൽ കൂടി കർത്താവെ, സങ്കീർത്തനത്തിൽ കൂടി അവിടുന്ന് ഞങ്ങളോട് കർത്താവെ സംസാരിച്ചതിനായി നന്ദിയോടെ സ്തോത്രം. കർത്താവെ, നീ ഞങ്ങൾക്ക് മതിയായവനായ ദൈവമാണല്ലോ കർത്താവെ. വർഷാരംഭം മുതൽ ഈ സമയം വരെയും ഈ 5 മാസം കഴിഞ്ഞ ഒരു 6-ാം മാസത്തിന്റെ ഈ തുടക്കം വരെയും കർത്താവെ, ഞങ്ങളെ അത്ഭുതകരമായി പരിപാലിച്ച കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. മുമ്പോട്ടുള്ള ഞങ്ങളുടെ ജീവിതവും തൃക്കരങ്ങളിൽ ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. അങ്ങേക്ക് പ്രസാദകരമായ രീതിയിൽ ജീവിപ്പാൻ തക്കവണ്ണം, അങ്ങേക്ക് വേണ്ടി നിൽപ്പാൻ തക്കവണ്ണം ഞങ്ങളെ ഒരുക്കുമാറാകണമേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്ന് ഇവിടെ പ്രാർത്ഥനയ്ക്കായിട്ട് അനേക വിഷയങ്ങൾ തിരുസന്നിധിയിൽ ഞങ്ങൾ ഒരുമിച്ച് സമർപ്പിച്ചിട്ടുണ്ട് കർത്താവെ. കർത്താവെ, വേദനിപ്പിക്കുന്നതായ അനുഭവങ്ങൾ കൂടി കടന്നു പോകുന്നവരുണ്ട്, ജീവിതത്തിന്റെ തിക്ത അനുഭവങ്ങൾ കൂടി കടന്നു പോകുന്നവരുണ്ട് കർത്താവെ. ഹല്ലേലൂയ, നന്ദിയോടെ സ്തോത്രം. എന്നാൽ ഞങ്ങളുടെ കഴിഞ്ഞ കാലങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ കർത്താവെ, നിന്റെ സന്നിധിയിൽ കണ്ണുനീരോടുകൂടെ നെടുവീർപ്പോടുകൂടെ ഞങ്ങൾ മുട്ടുമുടക്കുകയും ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ സ്വർഗത്തിലെ ദൈവം പ്രാർത്ഥന കേട്ട് ഇറങ്ങി വന്ന് ഞങ്ങളെ വിടുവിച്ചതിനെ ഓർത്ത് ഞങ്ങൾ നിനക്ക് നന്ദിയോടെ സ്തോത്രം. കർത്താവെ, നാശകരമായ കുഴിയിൽ നിന്നും കുഴിഞ്ഞ ചേറ്റിൽ നിന്നൊക്കെ നീ ഞങ്ങളെ കരങ്ങൾ തന്ന് കർത്താവെ കയറ്റിയ കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവെ. അനേകർ കൊടുത്ത വിടുതലിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ. കഴിഞ്ഞ കാലങ്ങളിൽ നൽകി തന്ന എല്ലാ നല്ല നേതൃത്വങ്ങളെയും ഓർത്ത് ഞങ്ങൾ നിനക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഞങ്ങൾക്കായി നല്ല വചനം പങ്കു ചെയ്തവരെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരിൽ കൂടെയൊക്കെ ലഭിച്ച എല്ലാ പ്രോത്സാഹനത്തിനായി ഞങ്ങൾ നിനക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഹല്ലേലൂയ. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ കൂട്ടായ്മയായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന അനേകർക്ക് കൊടുത്ത സൗഖ്യത്തിനായി സ്തോത്രം. പേരുകൾ പറഞ്ഞില്ല കർത്താവെ, അവർക്ക് വേണ്ടിയൊക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതത്തിന്റെ ആ സൗഖ്യം അവരുടെ ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞുകൊണ്ട് കർത്താവിന് വേണ്ടി തുടർന്നും ജീവിപ്പാനും കർത്താവെ നീ അവരെ സഹായിക്കുമാറാകണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രായമായിരിക്കുന്ന മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരെയൊക്കെ നീ ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഏകരായി കഴിയുന്നവരുണ്ടല്ലോ കർത്താവെ, ഞങ്ങളുടെ പ്രിയപ്പെട്ട പലരും പങ്കാളികൾ നഷ്ടപ്പെട്ടു പോയി കഴിയുന്നവരുണ്ടല്ലോ, അവരുടെയൊക്കെ പേരുകളോടെ പറഞ്ഞല്ലോ കർത്താവെ. ഞങ്ങൾ ഒരുമിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നീ അവർക്ക് കൂട്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നീ അവർക്ക് കർത്താവെ നിന്റെ കരങ്ങൾ കൊടുത്ത് അവരെ നടത്തിക്കൊള്ളുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ കൂട്ടായ്മ അവർക്ക് നൽകിക്കൊടുത്ത് അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ ഈ ദിവസങ്ങൾക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സാമിന്റെ മകളെ ഒരിക്കൽ കൂടി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ബെനീറ്റയ്ക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ, അവൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന സൗഖ്യത്തിനായി സ്തോത്രം. ഇപ്പോൾ അവരുടെ പേര് പറഞ്ഞ റോഷന് വേണ്ടി കർത്താവെ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ പ്രത്യേകിച്ച് വലിയൊരു ചികിത്സയിലായിരിക്കുന്നല്ലോ നിന്റെ മകനെയും കർത്താവെ, അതുപോലെ ഞങ്ങളുടെ രഞ്ജിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ ദിവസങ്ങളിലൊക്കെ കീമോയ്ക്ക് വേണ്ടിയൊക്കെ തയ്യാറാകുമ്പോൾ നിന്റെ മകനെയും പൂർണ്ണമായ സൗഖ്യമോർത്ത് നീ കാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, MS കുര്യന്റെ കാര്യം ഇവിടെ പറഞ്ഞല്ലോ, എന്റെ മകനെ നീ ബലപ്പെടുത്തണമേ. സന്ധി മഞ്ചകളെ അവിടുന്ന് ബലപ്പെടുത്തി നരിയാണികളെ ഉറപ്പിച്ച് എന്റെ മകനെ സൗഖ്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലങ് ക്യാൻസറിനാൽ ഭാരപ്പെടുന്ന അവിടെ പേര് പറഞ്ഞ ദിവാകരന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കിഡ്നി ഡയാലിസിസിലായിരിക്കുന്ന ജാക്സന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അന്ന സുനിൽ കർത്താവെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവളോട് നീ കരുണ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ,
പേര് പറഞ്ഞ എല്ലാവർക്കായി സ്തോത്രം. ജോഗന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സജിബ്രദറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരെയൊക്കെ നീ സൗഖ്യമാക്കി കൊള്ളുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മിഷൻസിന്റെ ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന കർത്താവെ, ഞങ്ങളുടെ ഓൾഡ് ഏജ് ഹോംസിന് വേണ്ടി സ്തോത്രം ചെയ്യുന്നു. അവിടെ പ്രവർത്തിക്കുന്ന കൃഷ്ണനും കുടുംബത്തിനായി സ്തോത്രം. അവിടെ ഉള്ള മാതാക്കൾക്കായി സ്തോത്രം. മിഷൻസിന്റെ എല്ലാ ഓൾഡ് ഏജ് ഹോംസിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടെ ആയിരിക്കുന്ന 10-50-ലധികം മാതാപിതാക്കളെ ഓർക്കുന്നു. അവരെല്ലാവരെയും കർത്താവെ അനുഗ്രഹിക്കുമാറാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മിഷൻസിന്റെ എല്ലാ ശുശ്രൂഷകൾക്കായി സ്തോത്രം. ബാബുജാനായി സ്തോത്രം, ചെരുമാനായി സ്തോത്രം. അവരിലൂടെ നടക്കുന്ന എല്ലാ നേതൃത്വത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച തിരുവചനത്തിനായി സ്തോത്രം. പ്രത്യേകിച്ച് ബെനിക്കായി സ്തോത്രം. നിന്റെ മകന്റെ സാക്ഷ്യം ഒരിക്കൽ കൂടി കേൾക്കുവാൻ സഹായിച്ചല്ലോ എന്ന് നന്ദിയോടെ സ്തോത്രം. നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്ന ഒരാളെ നീ എങ്ങനെ എടുത്ത് ഉപയോഗിക്കുന്നുവെന്ന് നിന്റെ മകന്റെ ജീവിതത്തിൽ കൂടി ഞങ്ങളോട് സംസാരിച്ചതിനായി സ്തോത്രം. നിന്റെ മകനെ അധികം ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ. ആയിരിക്കുന്ന സാഹചര്യങ്ങൾ കർത്താവിന് വേണ്ടി അനേകരെ നേടുവാൻ നീ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സംതൃപ്തനായിരിക്കാനല്ല കർത്താവെ, അധികം പ്രവർത്തിപ്പാൻ, അധികം ആളുകളെ നേടുവാൻ കർത്താവെ നിന്റെ മകനെ നീ ഒരുക്കണമേ. കുടുംബമായി അനുഗ്രഹിക്കണമേ, അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നന്ദിയോടെ സ്തോത്രം. ഞങ്ങളെ കേൾപ്പിച്ച ദൈവവചനത്തിനായി സ്തോത്രം. യെശയ്യാപ്രവചനം 43-ാം അധ്യായം 10-ാം വാക്യത്തിൽ നിന്ന് ഞങ്ങളോട് ഹൃദയമായി സംസാരിച്ചില്ല കർത്താവെ. അവിടുത്തെ അറിയുവാൻ, അവിടുത്തെ ഗ്രഹിപ്പാൻ, അവിടുത്തെ രുചിച്ചറിയുവാൻ തക്കവണ്ണം ഞങ്ങൾക്ക് എല്ലാവർക്കും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതാനുഭവങ്ങൾ അങ്ങനെയാണല്ലോ കർത്താവെ. നിന്നെ രുചിച്ചറിയാൻ നൽകിയ അവസരങ്ങൾക്കായി നന്ദിയോടെ സ്തോത്രം. നിന്നെ ഞങ്ങൾ അറിഞ്ഞില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ എവിടെയാകുമായിരുന്നു കർത്താവെ? ഞങ്ങൾ നഷ്ടപ്പെട്ടു പോകുമായിരുന്നില്ലപ്പാ. നീ ഞങ്ങളെ വിളിച്ചല്ലോ, നീ ഞങ്ങളെ അറിഞ്ഞല്ലോ, നീ ഞങ്ങളെ കരുതിയല്ലോ. നന്ദിയോടെ സ്തോത്രം കർത്താവെ. അത് ഞങ്ങളെ പൂർണ്ണമായി ആ അറിവ് ഞങ്ങളെ രൂപാന്തരപ്പെടുത്തുന്നതായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, നിന്റെ ഹിതം അറിയുവാൻ, നിന്റെ ഹിതത്തിനൊത്തവണ്ണം പ്രവർത്തിപ്പാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ സാക്ഷികളായിരിക്കാൻ ഞങ്ങളെ ഒരുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളെ തന്നെ തിരിച്ചറിയുവാൻ ഞങ്ങൾ കൃപ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നന്ദിയോടെ സ്തോത്രം. വചനത്തിനായി സ്തോത്രം. നിന്റെ വചനത്താൽ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സമയം ഞങ്ങൾ വിശേഷാൽ ബേകുടിച്ചാന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിന്റെ മകനോട് നീ കരുണ കാണിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നാളെ നിന്റെ മകൻ ഒരു ചെക്കപ്പിനായിട്ട് കടന്നു പോകുന്നു കർത്താവ്. ശരീരത്തിൽ വളരെ ക്ഷീണമുണ്ട് അപ്പച്ച. നീ സൗഖ്യമാക്കണമേ. നിന്റെ ആണിപ്പോഴുള്ള കാര്യങ്ങൾ തുടരണമേ. നീ ബലപ്പെടുത്തിക്കൊള്ളുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നീ ശക്തീകരിച്ചുകൊള്ളുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ദൈവത്തിന്റെ ശക്തിയാൽ നിന്റെ മകനെ നീ ബലപ്പെടുത്തി ശക്തീകരിച്ചു കൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. രോഗസൗഖ്യമല്ല, അതിലപ്പുറമായുള്ള ഒരു സൗഖ്യം കർത്താവേ. ഹൃദയത്തിന്റെ സൗഖ്യം, ആത്മാവിന്റെ സൗഖ്യം, പൂർണ്ണ ശരീരത്തിന്റെ സൗഖ്യവും അതോടൊപ്പം അവിടെ നൽകിക്കൊടുത്ത് അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട പൊന്മാമാക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. നിന്റെ മകളെയും ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന എല്ലാവർക്കായി സ്തോത്രം. ബാദുശാന് വേണ്ടി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നിന്റെ മകന് നല്ല നേതൃത്വത്തിനായി സ്തോത്രം. രാജനായി സ്തോത്രം. മറ്റെല്ലാവരെയും ഞങ്ങളോർത്ത് പ്രാർത്ഥിക്കുന്നു. പേരുവരായി എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഉണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ മാറ്റിക്കൊടുത്ത് അടുത്ത ആഴ്ച മുതൽ വീണ്ടും അവർ കൂടി വന്നിരുന്ന സ്ഥലത്ത് വീണ്ടും ഒരുമിച്ച് പ്രാർത്ഥിപ്പാൻ ഈ അവസരങ്ങൾ ഒരുക്കുന്നതിനായി നന്ദിയോടെ സ്തോത്രം. കർത്താവെ, ഞങ്ങൾ ഇപ്പോൾ പിരിഞ്ഞു പോകുമ്പോഴും നിന്റെ കൃപ സാന്നിധ്യം ഞങ്ങളോടുകൂടെ ഇരിക്കണമേ. കേട്ട വചനങ്ങളെ ധ്യാനിപ്പാൻ, ഈ രാത്രിയിലൊക്കെ അത് മനനം ചെയ്യുവാൻ, ഞങ്ങളെ നീ അറിയേണ്ടതുകൊണ്ട് ഞങ്ങൾ നിന്നെ അറിഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കുവാൻ, കർത്താവെ നിന്റെ ഹിതം ചെയ്യുവാൻ ഞങ്ങളെ അധികമായി ഒരുക്കണമേ. ഇന്ന് കടന്നു വന്ന ഈ മീറ്റിംഗിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും വ്യക്തിപരമായി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ആവശ്യങ്ങളെ അവിടുന്ന് കാണണമേ. അവരുടെ ഹൃദയത്തിന്റെ വിചാരങ്ങളെ അവിടുന്ന് അറിയുന്നുവല്ലോ. അവരെ അവിടുന്ന് സ്പർശിച്ച് സൗഖ്യമാക്കി ബലപ്പെടുത്തി അയക്കണമെന്ന് യേശുവിന്റെ നാമത്തിൽ അപേക്ഷിച്ചത് ദയോടെ കേൾക്കണമേ ഞങ്ങളുടെ പിതാവേ. ആമേൻ. സ്വർഗസ്നാ